നിങ്ങളുടെ മക്കൾക്ക് ആരെ കണ്ടാൽ മതി? അവരെ സ്വന്തം ബാപ്പാനെ കണ്ടാൽ തന്നെ ലൗൽ മഹ്ഫൂദിലേക്ക് നോക്കാവുന്ന അവസ്ഥയിലേക്ക് ഇവരൊക്കെ എത്തിച്ചേരും. അവരൊക്കെ കാലത്ത് തൊരീക്കത്തുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഹിജ്റ 500 ശേഷം തൊരീക്കത്തില്ലാറുമ്പോ തൊരീക്കത്ത് ആവശ്യമില്ലാത്ത കാലത്തൊക്കെ തൊരീക്കത്ത് പഠിച്ചുണ്ടാക്കി, പിന്നൊക്കെ പഠിച്ചോണ്ട് പിൻവലിച്ചു. അതെന്ത് നീതിയാണോ? എന്താണ് പറയണ വിട്ടിത്തരം, പച്ച വിട്ടിത്തരം. തൊരീക്കത്ത് ആവശ്യമില്ലാത്ത ചില പറയാം ഹിജ്റ 500 ശേഷം പിന്നെ തൊരീക്കത്തില്ല പറയുമ്പോഴൊക്കെ അല്ലാഹു അക്ബർ എളുപ്പമുണ്ട് അങ്ങനെ പറയാൻ. അല്ലാഹു അക്ബർ സമീ അല്ലാഹു ലിമൻ ഹമിദാന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ അത് പൊട്ടത്തരാണ് പറയുന്നത്. എന്തുകൊണ്ട് 1, 2, 3, 4, 5, 6 നൂറ്റാണ്ടുകാർക്ക് ത്വരീക്കത്തിന്റെ ആവശ്യം ഇല്ല. അവർക്ക് സ്വന്തം ബാപ്പമാര് ആരാണ്? മുഹദ്ദബീങ്ങളായ ഔലിയാക്കളാണ്. സ്വന്തം ബാപ്പാനെ കണ്ടാണ് ലൗൽ മഹ്ഫൂദിലെത്തും അള്ളാഹുവിന്റെ ഹബീബാവിന്റെ കൗഫിൽ അറയിൽ എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാ കഴിയില്ല. നമ്മളെ ബാപ്പാക്ക് പണി എന്താ? മന്ദ. നിങ്ങളെ പണിയൊക്കെ ഇട്ടിട്ട് ഔലിയാക്കന്മാരെ പിന്നാലെ പയണം അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുതേ. ഇപ്പൊ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിർത്തിയിട്ട് ഔലിയാക്കന്മാരെ പിന്നാലെ ഇറക്കുക. അന്നത്ര പൊട്ടം വേറെ ഉണ്ടാവില്ല. എൻ്റെ പണി അതല്ല. നീ ഒരു ബന്ധം വെക്കുക. ആരോട്? ഔലിയാക്കളോട്. വലിയനെ കണ്ടെത്തണം. എനിക്ക് രക്ഷപ്പെടാനുള്ള ദിക്ർ പറഞ്ഞേരി, എനിക്കൊരു വഴി പറഞ്ഞേരി, ഇന്ന വഴി ചേർത്തേരി. അപ്പൊ ഒരു വഴി ചേർത്തു. പിന്നെ 6 മാസത്തിലൊരിക്കൽ പോയാൽ മതിയോ? ചിലപ്പോൾ ഒഴിവുള്ളപ്പോൾ ഒരാഴ്ച അവിടെ പോയി കൂടുകയും ചെയ്യും. ചിലപ്പോൾ അവിടെ അവരെ ഈ ഓരോന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ക്ലിയറിയും. അങ്ങനെ ഞാനങ്ങനെ പോയി കൂടാറുണ്ട്. ഈ 2026 പോയി കൂടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിച്ചാൽ പോയി കൂടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പോയി കൂടും ഇൻഷാ അല്ലാഹ്. ഒരാഴ്ചയാവും, ചിലപ്പോൾ 2 ആഴ്ചയാവും. അവിടെ ഇത് നടക്കൂല. അപ്പൊ ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു വലിയ മഹാനായ ഒരു മഹാപണ്ഡിതൻ, ഒരു ലോകം കണ്ടൊരു വലിയ ആൾ, ആ ആളടുത്ത് പോയി കൂടാൻ വേണ്ടിയിട്ട് പോയി കൂടിയ ഒരാളോട് ഞാൻ ചോദിച്ചു. പിന്നെ അപ്പോൾ മൂപ്പര് പറഞ്ഞു, പട്ടിണി അടക്കം ഒരുങ്ങിപ്പോയിക്കോ, ചോറ് കിട്ടൂല. ദിവസം ഒരു നേരം കിട്ടിയെങ്കിൽ കിട്ടി, അതിന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നാൽ ചോറിൻ്റെ ഹോട്ടൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും, ഓരോ സമ്മതം അല്ലെങ്കിൽ പോകാൻ പറ്റൂല. അപ്പോൾ അതാണ് അപ്പം പൈസ കൈ വെച്ച വെട്ടി നടക്കും. അപ്പോൾ മുതലാളിയായിട്ട് കാര്യമല്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നവർ പറഞ്ഞാൽ അവിടെ നിന്ന് ഹോട്ടലുണ്ടായില്ലാണോ പൊട്ട? അതിൻ്റെ അർത്ഥം മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഊണും ഉറക്കമാണ് ഒന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നവർ പറഞ്ഞാൽ ഒരു കൊല്ലം മൊയ്തീൻ ശൈഖിന് ഹോട്ടൽ കിട്ടിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? പറയാ ബഗ്ദാദിലായിരിക്കും ഈ നടക്കണത്. ഇഷ്ടം പോലെ ഹോട്ടൽ ഉണ്ടാവും, പക്ഷെ കയറാൻ ആര് സംഭവം വേണം? ശൈഖിനമ്മ വേണം കയറേണ്ട. ശൈഖ് നല്ലോണം തിന്നുന്നുണ്ടാവും, ഇന്നുണ്ടാ. എന്തുകൊണ്ട്? ഷെയ്ഖ് പട്ടിണി കാലുണ്ടാവും. ഷെയ്ഖിന്റെ ഒരു കാലത്ത് ഷെയ്ഖ് പട്ടിണി നടന്നിട്ടുണ്ടാവും. അപ്പൊ ആ പട്ടിണി കിടക്കണം. പറഞ്ഞ മനസ്സിലാ? ഒരു ഷെയ്ഖിന്റെ അടുത്ത് വരുന്നപ്പോൾ ഷെയ്ഖ് കോഴിയിറച്ചി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാം. മുരീദിന്റെ ഉമ്മ വന്ന് നോക്കുമ്പോൾ മുരീദ് വെറുതെ നോക്കി കുത്തിക്കൊന്നില്ല. അപ്പോൾ ഈ തള്ള പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെന്താ കുട്ടിക്ക് ഒരു കോഴിൻ്റെ ഒരു എല്ലും കൂടി കൊടുക്കണ്ടേ? നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ മതിയോ ചോദിച്ചു. അപ്പം തിന്നണ കഴിഞ്ഞ വരെ ശേഖം ഉണ്ടാതെ ഉത്തരുന്നു. എന്നിട്ട് കോഴിൻ്റെ എല്ലിനെ കൂട്ടിയാണ് പറഞ്ഞു, കോഴി ആയിക്കോറണം. അത് കോഴിയായി. കോഴിയുടെ മുള്ളോട് കൂവെന്ന് ചൊന്നാല് കുസാതെ കൂക്കി പറപ്പിച്ചു വിട്ടു. അപ്പം ഇത് പഴയ കോഴി തന്നെ അയച്ചു, അത് പോയി. അപ്പോൾ തള്ളനോട് പറഞ്ഞു, ഈ കാല ആവുമ്പോൾ ഓനും തിന്നാം. ഞാൻ അങ്ങനെ കുറെ തിന്നാതെ നടന്നിട്ടുണ്ട്, മനസ്സിലായില്ല? ഓനെ എന്ന് തിന്നാ തീറ്റ കഴിഞ്ഞിട്ട് മുള്ളിനോട് കോഴിയാതെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഓനെ എന്താകാം? കോഴി ഉണ്ടാ. ഇപ്പൊ പറ്റൂല. എനിക്ക് ഇങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അവിടേക്ക് എന്നെ എത്തിക്കലാണ് ആരുടെ ലക്ഷ്യം? ഷെയ്ഖിന്റെ ലക്ഷ്യം. അതാണ് ഒറിജിനൽ ഷെയ്ഖും. തട്ടിപ്പറയാൻ കൂടെ ആ തട്ടിപ്പ് എന്തുണ്ടാവും? അതിന് നല്ലോണം ബുദ്ധിയെടുത്ത് ആലോചിച്ച് പണിയെടുക്കണം. അപ്പൊ തട്ടിപ്പ് രക്ഷപ്പെടും. തരട്ടെ. അപ്പൊ നീ എന്റെ പണിയൊക്കെ നിർത്തിയിട്ട് ഔലിയാന്റെ ഒക്കെ പിന്നാലെ പോകാനല്ല. ഈ IAS ഓഫീസറാണ്, ഈ IPS ഓഫീസറാണ്, പക്ഷെ വലിയുമായി ഉണ്ടാവും. അതാണ് കഹ്ഫ്, ആഖിർ സമാനാണ്. എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യണം, ഞാൻ അങ്ങനെ ഇങ്ങനെയാണ്, ഞാൻ ആ ചെല്ലിയെത്തി തീർന്നിട്ടുണ്ട്, പുതിയ എന്തെങ്കിലും വേണ്ടതുണ്ടോ? ഒരു 3 മാസം 6 മാസം ഒന്ന് പോയി കാണണം. അപ്പൊ എന്തായി? കണക്ഷൻ നിലനിർത്തി, ബന്ധം നിലനിർത്തി. അവരത്ര വലിയ ആളുകളുമായിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നീതിമാനായ റബ്ബ് നീതിമാന അല്ലാതെ വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് മാത്രമല്ല, യുസക്കീം, തസ്കിയത്ത് ഓരോ സമയത്ത് കൃത്യമായി നടക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നടന്നിരിക്കണം.
അപ്പൊ നീ IAS കാരനാകാം, IPS കാരനാകാം, നീ ഡോക്ടർ ആകാം, എന്തും ആകാം, എഞ്ചിനീയർ ആകാം, രാഷ്ട്രീയ നേതാവാ, ഫുട്ബോൾ പ്ലെയർ ആകാം. ഫുട്ബോൾ ഓന്റെ പണി ഏതാണ്? ഫുട്ബോൾ പ്ലെയർ ആണ്. ഒരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും മനസ്സിലായില്ല, അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം, ഫുട്ബോൾ പ്ലെയർ ആണ്. അതേസമയത്ത് ഔലിയാക്കളോട് എന്തുണ്ടാവും? ഔലിയാക്കളോട് എന്തുണ്ടാവും? അവരെ ആത്മീയമായ ശുദ്ധീകരണം ആരിലൂടെ നടക്കും? മനസ്സിലായില്ലേ? അവരിലൂടെ നടക്കും. ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും, ഹോക്കി പ്ലെയർ ആയിരിക്കും, ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കും, വലിയ പിന്നെ എന്താ പറയാ ഈ കളിക്കാരനും ഓട്ടക്കാരനും ഒക്കെ ഇരിക്കും. അതാണെങ്കിലും ഔലിയാക്കളെ മുന്നിൽ പൂച്ചനെ പോലെ ഇരിക്കും. കാരണം ആത്മീയ ശുദ്ധി. ഫുട്ബോൾ കളിച്ചൂടെ മനുഷ്യന്മാർക്ക്? പറയട്ടെ, ഫുട്ബോൾ കളിച്ചു കളിക്കാം, നിയമങ്ങൾ പാലിക്കാൻ തന്നെ ഉള്ളൂ. എന്താ ഫുട്ബോൾ കളിച്ചാൽ? ഫുട്ബോൾ കളിക്കാലോ. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പല പ്ലെയർമാരായ ആളുകളും അങ്ങനെ ഉണ്ടാവും ചെയ്യും. പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്, അതേസമയത്ത് ഔലിയാക്കന്മാരെ പിന്നാലെ രണ്ടുമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ ഉണ്ടാവും, രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ ഉണ്ടാവും. ഔലിയാക്കളെ മുന്നിൽ പൊട്ടിക്കറിയുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. രാഷ്ട്രീയ നേതാവാണ്, മനസ്സിലാണ്ട് പറഞ്ഞത് അത്. പക്ഷേ അവർക്ക് ഒരു വലിയ ഉണ്ടാവും, ഒരു ആത്മീയ നേതാവ് ഉണ്ടാവും. മോലിയാരല്ല, ഒരു ആത്മീയ നേതാവ് ഉണ്ടാവും. ആ ആത്മീയ നേതാവിന്റെ തെർബിയത്തിലായിരിക്കും. ചില സമയത്ത് അവർ ഇങ്ങോട്ട് വിളിച്ചു പറയും, മുഹമ്മദ് ഫാത്തിഹിനെ കേട്ടില്ലേ? ഷെയ്ഖ് ഷംസുദ്ദീനാണ്. ഷെയ്ഖ് ഷംസുദ്ദീൻ, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കണതിൻ്റെ തലേ രാത്രി പട്ടാള കൂടും, സൈന്യങ്ങൾ കൂടിയപ്പോൾ പട്ടാളം മുഴുവനും എന്ത് പറയും? നമുക്ക് പോവാം, നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്കറിയില്ല മുഹമ്മദ് ഫാത്തിഹിനെ? അപ്പോൾ മുഹമ്മദ് ഫാത്തിഹ് ഷെയ്ഖ് ഷംസുദ്ദീൻ എടുത്തു പോകും. അപ്പോൾ ഷെയ്ഖ് ഷംസുദ്ദീൻ പറയും, പട്ടാളത്തിൽ നിന്ന് സൈന്യാധിപന്മാരിൽ നിന്ന് മടിയുള്ളവർ തിരിച്ചു പോയിക്കോട്ടെ, ഒരിക്കലും നമ്മൾ തിരിച്ചു പോകരുത്. നമ്മൾ രണ്ടാൾ ഒറ്റക്കാണെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ പിടിച്ചടക്കും. എന്ത്? ഇന്നലെ രാത്രി അബൂ അയ്യൂബിനെ സ്വപ്നം കണ്ടിട്ട്, ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ അബൂ അയ്യൂബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ നാളെ പിടിച്ചടക്കുമെന്ന് ഇന്നലെ രാത്രി അബൂ അയ്യൂബ് അൻസാരി. അബൂ അയ്യൂബിന്റെ ഖബർ എവിടെ കിടക്കുന്നത്? തുർക്കി എന്ന് പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിളില്, ഇന്നത്തെ ഇസ്താൻബൂൾ, ഒരു കാലത്ത് അതിന്റെ പേരെന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ആര് കിടക്കുന്നത്? അബൂ അയ്യൂബ് അൻസാരി. അബൂ അയ്യൂബ് അൻസാരി തലേന്ന് രാത്രി ഷെയ്ഖ് ഷംസുദ്ദീനോട് ചോദിക്കുകയാണ്, നമുക്ക് തിരിച്ചു പോയിക്കോട്ടെ, പട്ടാളങ്ങളൊക്കെ മടി പറയാണ്. അപ്പോൾ ഷെയ്ഖ് ഷംസുദ്ദീൻ പറഞ്ഞു, പോയിക്കോട്ടെ, നിങ്ങൾ പോകരുത്, ഞാനും നിങ്ങൾ രണ്ടാൾ കൂടി നാളെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും, നമുക്ക് പട്ടാളം വേണ്ട. എന്തുകൊണ്ട്? എന്നോട് ഇന്നലെ രാത്രി അബൂ അയ്യൂബ് പറഞ്ഞിട്ടുണ്ട്. അബൂ അയ്യൂബ് ആരാ? അബൂ അയ്യൂബ് ആരടോ? അത് പറയേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹിജ്റയുടെ ഒട്ടകം മുത്തൂറ്റിൽ എവിടെയാണ്? അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടുമുറ്റത്തല്ലേ? ആ മനുഷ്യന്റെ ഖബർ എവിടെയാ? കോൺസ്റ്റാന്റിനോപ്പിളില്. അപ്പൊ പറയാണ്, ഇന്നലെ രാത്രിയും അബൂ അയ്യൂബ് അൻസാരി എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആ പിടിച്ച നാളെ പിടിച്ചെടുക്കും കേട്ടോ, പോണവര് പോയിക്കോട്ടെ, നമുക്ക് സൈന്യത്തിന്റെ ആവശ്യം ഇതിന് ഇല്ല, ഇത് ഇലാഹിയായ നുസ്രത്താണ്. ഇത് പറയാൻ ആർക്കേ കഴിയുള്ളൂ? അത് മുഹമ്മദ് ഫാത്തിഹിനും കഴിയൂല. അതാർക്കേ കഴിയുള്ളൂ? ഷംസുദ്ദീൻ, ഷെയ്ഖ് ഷംസുദ്ദീനെ കഴിയൂ. ഷെയ്ഖ് ഷംസുദ്ദീൻ ആരാ? വലിയ തൊലിക്ക് ഖാദിരിയാന്നെ ഓർമ്മ, അതോ ചാതുരിയാന്ന് അറിയില്ല. ഖാദിരിയാന്നെ ഓർമ്മ, അല്ലെങ്കിൽ ഷാദുരി. അതായത് ഉസ്മാനി ഖലീഫമാരൊക്കെ ഭൂരിഭാഗവും ഖാദിരികളും ഷാദുരികളും, രണ്ടാളൊന്നാണ്. അപ്പൊ അത്രയും വലിയ ഷെയ്ഖും വലിയും ആരിഫുമാണ് ആര്? ഷെയ്ഖ് ഷംസുദ്ദീൻ. പട്ടാളം മുഴുവൻ എതിര് പറഞ്ഞിട്ട് മുഹമ്മദ് ഫാത്തിഹ് ആര് പറഞ്ഞ് സ്വീകരിച്ചു? പരമോനെ ആര് പറഞ്ഞ് സ്വീകരിച്ചു? ഷെയ്ഖ് ഷംസുദ്ദീൻ പറഞ്ഞ് സ്വീകരിച്ചു. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന്റെ വലിയാണ്. അങ്ങനെ തന്നെ നടന്നു ചെയ്തു, അങ്ങനെ തന്നെ നടന്നു. പ്രധാനപ്പെട്ട പട്ടാള സൈന്യാധിപനെ കൊന്നു. എന്തുകൊണ്ട്? അയാൾ ചാരനായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. മറ്റുള്ള ഈ യുദ്ധത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് സൈന്യാധിപനെ കൊല്ലുകയാണ്. എന്തുകൊണ്ട്? സൈന്യാധിപൻ ആരാണ്? ചാരൻ, ഖലീഫ. ചരിത്രമാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഷെയ്ഖിന്റെ വാക്കിനെതിരെ ഉണ്ടാവില്ല. അയാൾ അള്ളാഹുവിൽ ഫനായി പോയാളാണെങ്കിൽ മുത്തുനബിയിൽ ഫനായിട്ടുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നീ ആരാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാവ് അവിടെ മുഹമ്മദ് ഫാത്തിഹ് വലിയ രാഷ്ട്രീയ ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് ആരോട് ബന്ധം ഉണ്ടാവണം? അതിനർത്ഥം ഈ അവരെന്നർത്ഥം തന്നെ പോയിരിക്കണം എന്നല്ല. നിന്റെ പണി ഒഴിവാക്കാൻ പാടില്ല. ഒരു 20 കൊല്ലം മുമ്പ് ഒരുത്തൻ നമ്മളെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, ഞാനിനി അച്ചടക്കം നിർത്തിയിട്ട് ഓതാൻ പോവുക. ഞാൻ പറഞ്ഞ ഊരൊക്കെ ഞാൻ ചോദിച്ചു, എന്നെ കൊണ്ടത് പറയുമ്പോൾ ശൈത്താനാണ്. അവൻ കച്ചവടക്കാരനായതുകൊണ്ട് നേട്ടണ്ട്, സാധുക്കൾക്ക് കൃത്യമായി സക്കാത്ത് കിട്ടും. ആ സ്ഥാനത്തിന് ഒരു തമ്മാടി വന്നിരുന്ന നാട്ടുകാർക്ക് അവിടെ എന്തില്ല? സക്കാത്തില്ല. അപ്പൊ ഇവൻ അവിടുന്ന് ഒഴിവാക്കൽ ആരെ ഉത്തരവാദിത്താണ്? ശൈത്താൻ.
നീ നല്ലോനായ കച്ചവടം നിർത്തല്ലേ വേണ്ട, ഈമാൻദാരിയ കച്ചവടം ചെയ്യലാണ്. ഓരോരുത്തർക്കും ഓരോ പണി ഉണ്ടാവും. അത് അള്ളാഹു തആല പല പണി ഏൽപ്പിക്കും. ഓന് സ്വർണ്ണ കച്ചവടമാണ്, മറ്റൊരു കിണറുണ്ടാക്കുന്ന പണിയാണ്, ഒക്കെ ഈ സദസ്സിലുണ്ട്. മറ്റൊരു ലെക്ചറാണ്. ഇവരൊക്കെ വിവിധങ്ങൾ കച്ചവടക്കാരനാണ്. വിവിധങ്ങളായ പണിയുണ്ട്. ഇവർക്കൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കണം. ഈ ആളുകളൊക്കെ ഓരോ പണിക്ക് തന്നെ വേണം. അപ്പോഴേ സമൂഹം നിലനിൽക്കുള്ളൂ. ചില കൃഷിക്കാരാണ്, എല്ലാവരും വിവിധങ്ങളായ പണിക്ക് പോകണം, സമൂഹം നിലനിൽക്കണം. പക്ഷെ ഇവർക്കൊക്കെ ആരോട് ബന്ധം ഉണ്ടാവണം? ഇതെല്ലാം ജ്ഞാനധന്യനായ വലിയുമായി ബന്ധമുണ്ടാവണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട, തീർന്നിട്ടില്ല, എന്നാലും പെട്ടെന്ന് തിരുങ്ങൾ ബേജാറാണ്ട. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇത് നമ്മൾ സമസ്തയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരം പടച്ചോനെ കാണിച്ചു കൊടുക്കേണ്ട ആത്മീയർ ആരല്ല, ഒരു സംഘടനയല്ല. ഇത് സമസ്ത എന്ന് പറയാൻ പാടില്ല. സമസ്തയുടെ സ്പേസ് വളരെ വലുതുണ്ട്. ആ സ്പേസ് പോലത്തെ വളരെ വലിയ സ്പേസുമാണത്. ആ ഭംഗിയായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്, അത് വൃത്തിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഇവിടെ ദീൻ പൊളിഞ്ഞു പോകുകയായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മലബാറിൽ ഇന്നീ കാണുന്ന എല്ലാവിധ ചന്തത്തിൻ്റെ അടിസ്ഥാന സമസ്തയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ്. അതിനെ നിങ്ങളെ അത് തള്ളിയാലും നിങ്ങൾ അതിനെ തള്ളരുത്. കാരണം അതുകൊണ്ട് സമൂഹത്തിന് ഇവിടെ എന്തുണ്ട് ഗുണമുണ്ട്. ആ ഗുണത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിനക്ക് കഴിയോ? ഒരു മരം കാവല് എനിക്ക് കഴിയും. എനിക്ക് ഇവിടെ നാട്ടിലെ ജനങ്ങളെ കുട്ടികളെ ഒപ്പിക്കാൻ കഴിയും. എനിക്ക് പള്ളി നടത്താൻ കഴിയും. എനിക്ക് മദ്രസ നടത്താൻ കഴിയും. നിനക്ക് എൻ്റെ നാട്ടിലെ പള്ളി നടത്താൻ കഴിയും. എന്തെങ്കിലും പ്രശ്നം സമുദായത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമുദായ പ്രശ്നത്തിൽ ഇടപെടാൻ നിനക്ക് കഴിയോ? കഴിയോ? ഇല്ല. ഇവിടെ പലതും ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത അഹ്ലുസ് സുന്നയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ലീഗിനെ കൊണ്ട് നടക്കുന്ന ലീഗ് ഒരു ആവശ്യമാണ്. ലീഗിന് തള്ളണ്ട. ലീഗ് സമുദായ രാഷ്ട്രീയ സംഘടനയാണ്. അതിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട്. അത് ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വളരെ വൈഡായ ഒരു ആംഗിളിലാണ് അതിന്റെ വൃത്തം കിടക്കുന്നത്. സുന്നികൾക്ക് മാത്രം ഒരു പ്രശ്നം തീർത്തുതരാൻ പലപ്പോഴും അതിന് കഴിയൂല. അതേസമയത്ത് സുന്നികളുടെ പ്രശ്നത്തിൽ മാത്രം ഇടപെടാൻ കഴിയുന്ന വിഭാഗമാണ് ആര്? സമസ്ത. വേറെ ഒരു പണിയുണ്ട്. ലീഗിന് ഇപ്പൊ ഇവിടെ എന്തിനു കഴിയില്ല? മദ്രസ നടത്താൻ കഴിയില്ല. മദ്രസ നടത്തിയാൽ സകല ഗുലാബി മദ്രസയ്ക്കും അതിൽ പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. എന്തുകൊണ്ട്? അതിൽ സുന്നികളുണ്ടാവും, മുജാഹിദുണ്ടാവും. അവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇക്കൊല്ലത്തോടുകൂടെ ആരും കൂടി പറയേ ജമാഅത്തോടും കൂടി പിന്നെ ഇപ്പൊ എന്തായി? ഒന്നും കൂടി സകല ഗുലാബിയായി. അപ്പൊ നീ പണ്ട് ലീഗ് ഒരു മദ്രസ നടത്തിയിരുന്നെങ്കിൽ തന്നെ നീ ആ മദ്രസക്ക് തീരെ പോകാൻ പറ്റില്ല. കാരണം പണ്ട് മുജാഹിദ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആരും കൂടി. അപ്പൊ മദ്രസ പറയാ കുട്ടി, അപ്പൊ മദ്രസ നടത്താൻ ലീഗിന് കഴിയൂല. മദ്രസ നടത്തിയാലല്ലേ ഇവിടെ തീരുണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലുണ്ടോ? അതേസമയത്ത് ലീഗ് നടത്തേണ്ട കാര്യങ്ങളുണ്ട്. സമുദായത്തെ ഒന്നിച്ചു നിർത്തുക, ശക്തി ഉണ്ടാക്കുക, മറ്റു സമുദായങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക, പരമാവധി ഭരണങ്ങൾ നേരെയാക്കുക. ഇതൊക്കെ ആരും ഉത്തരവാദിത്തമാണ്. അതാണ് സമുദായ രാഷ്ട്രീയ സംഘടനയാണ് എന്ത് ലീഗ്. അതിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട്. അതിനെ ആക്ഷേപിക്കുകയും ചെയ്യരുത്. ആവശ്യമില്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് നേരെ വഴിക്ക് പോകാനായി, ഇല്ലാതാക്കാനല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ലീഗിനല്ല കൂട്ടിയിട്ടില്ല. ലീഗ് പറഞ്ഞു കൊടുത്തല്ലാതെ കൂട്ടിയിട്ടില്ല, ചെയ്യൂല. എന്റെ ആവശ്യമല്ല. അത് ചെയ്യുന്ന സേവനം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അത് മതസംഘടനയല്ല, പിന്നെന്താണ്? ആ സംഘടനയാണ്, അത് ആവശ്യമാണ്. സമസ്ത മതസംഘടനയാണ്, ആത്മീയ സംഘടനയല്ല. ആത്മീയതക്ക് സംഘടനയില്ല. ഫലൻ തജിദ ലഹു ഔലിയാ മുർഷിദീനാണല്ല, വലിയൻ മുർഷിദ. അത് ഇൻഡിവിജ്വലായ കാര്യമാണ്. ആത്മീയതക്ക് സംഘടന ഉണ്ടാകാൻ പാടില്ല. ത്വരീഖത്ത് സംഘടനയല്ല, ത്വരീഖത്ത് ആത്മീയതയുടെ അവസാനമല്ല. ഈ ത്വരീഖത്ത് കയറുന്നവരൊക്കെ കിട്ടിപ്പോയി എന്ന് വിചാരിക്കണ്ട. ത്വരീഖത്ത് ആത്മീയതയിൽ സഞ്ചരിക്കാനുള്ള ഒരു വഴിയാണ്. ആത്മീയതയുടെ പൂർണ്ണത അതുമല്ല. ആത്മീയത പൂർണ്ണ വലിയന് സമർപ്പിച്ചിട്ട് വലിയിലൂടെ നീ ആരെ അനുഭവിക്കണം. അല്ലാതെ ഇങ്ങനെ പണ്ടും പോയിട്ട് തിരിച്ചിട്ട് കാര്യമല്ല. എനിക്ക് വെണ്ണ കിട്ടണം. മൂന്നിന് സ്പേസ് മഖ്ദൂം പറഞ്ഞിട്ടുണ്ട്. ശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗലാ മൻ റാമ ദുർറൻ ഫിസ്സഫീനതി യർകബു വയഗൂസു ബഹറൻ സുമ്മ ദുർറൻ ഹസന. കൃത്യം ഇതെവിടുന്നാണ് ഓതിയത്? ആർക്കിയെന്ന്? അത് നമ്മളെ വാപ്പ ഉണ്ടാക്കിയതാണ്. 500 കൊല്ലത്തിനുള്ളിൽ നമ്മളെ വാപ്പയാണ് ആര്? മഖ്ദൂമുൽ കബീർ മഅബരി. അല്ലാഹു ഒരു ദർജ വെച്ച് കൊടുക്കട്ടെ. അതിന് ഈ ആക്കിത് മൂന്നുണ്ടായിരുന്നു. നേരം വയ്യോ? ഈ മൂന്നുള്ള ആളാണ് മഖ്ദൂം. ശരീഅത്ത് കസഫീനത്തിൻ, കപ്പൽ പോലെയാണ്. ത്വരീഖത്ത് കൽബഹരി, സമുദ്രം പോലെയാണ്. സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗലാ. ഹഖീഖത്ത് എന്നാൽ
മുത്തെടുത്തിട്ട് പോരലുമാണ്. ഇതിൽ 3 കാര്യമാണ് നടക്കണത്. ലോകത്ത് 3 കാര്യമാണ്. 1 കപ്പൽ, 2 സമുദ്രം, 3 മുത്ത്. കപ്പലിൽ പോയാൽ വിനോദയാത്രയാണ്. എന്തിട്ടൂല? മുത്തിട്ടൂല. അപ്പൊ കപ്പലിൽ പോയവര് മുഴുവനും കൂടി വെള്ളത്തിൽ ഇറങ്ങൂല. വെള്ളത്തിൽ ഇറങ്ങിയവർക്ക് മുഴുവൻ എന്ത് കിട്ടൂല? മുത്തിട്ടൂല. വെള്ളത്തിലിറങ്ങി തരിയൊക്കെ എത്തിച്ചേർന്നു. ഞാൻ ആത്മീയതേതായി പറയേണ്ട വിട്ടിയേ. അപ്പൊ ഇവിടെ ഒന്നുകൂടി മേഖലയിലേക്ക് പോയി. കടപ്പുറത്തുമുള്ളവരും മുഴുവനും കൂടി കപ്പൽ കയറൂല. കപ്പലുള്ളവരും മുഴുവനും കൂടി വെള്ളത്തിലിറങ്ങൂല. വെള്ളത്തിലുള്ളവരും മുഴുവനും കൂടി എവിടേക്ക് എത്തൂല? ചേറിലെത്ര ഞങ്ങൾ അടിയിലെ കോറൽസിൽ ചേറിലെത്തിയാലേ എന്ത് കിട്ടുള്ളൂ? മുത്തിട്ടുള്ളൂ. അപ്പൊ അവന് മനസ്സിലായില്ല. ഇവിടെ കടൽക്കരയിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട്. എല്ലാം കൂടി അവിടെ കയറൂല. കപ്പൽ കയറാൻ ശരീരത്തിന്റെ ആളുകളെ കയറുള്ളൂ. അതിന് കുറച്ച് പണിയുണ്ട്. കപ്പലിൽ സീറ്റ് വലിച്ച് കെട്ടിയിരിക്കേണ്ടി വരും. മറ്റേ എയിലും നടക്കാം. കടപ്പുറത്തേക്കാണെങ്കിൽ എയിലും നടക്കാം. ശരീരത്തിൽ കയറിയ കണ്ണിന് പരിധി, കാലിന് പരിധി, കയ്യിന് പരിധി, ഇതിനൊക്കെ പരിധിയിൽ നിൽക്കണം കപ്പൽ കയറിയാൽ. ഇപ്പൊ എയർപോർട്ടിൽ കാണാൻ പോയവർക്ക് മുഴുവനും കപ്പലിൽ വിമാനത്തിൽ കയറും. വിമാനത്തിൽ കയറിയ നിയമമുണ്ട്. എന്ത്? സീറ്റ് ബെൽറ്റ് കെട്ടിയിരിക്കണം. അതിനൊന്നും താല്പര്യമില്ലാത്തവർക്ക് എന്ത് പറ്റൂല? ഞാൻ നാട്ടിലെ പള്ളി പ്രസിഡന്റാണ്, എനിക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും പറ്റൂല. ഞാൻ MP ആണ്, അത് നടക്കൂല. വിമാനത്തിൽ കയറിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സീറ്റ് ബെൽറ്റ് കെട്ടണം. അങ്ങോട്ട് പാളി നോക്കരുത്. ഇതൊക്കെ കപ്പൽ ഇല്ലെങ്കിൽ അത് മൂക്കുത്തി വീണു. അപ്പൊ പരിധിയിൽ നിൽക്കാൻ ഒരുങ്ങിയവർക്ക് മാത്രമേ എവിടെ കയറാൻ പറ്റൂ. അപ്പൊ കപ്പലെല്ലാവരും കയറൂല. ശരിയാത്ര ദീന. അപ്പൊ സമസ്ത അത് കപ്പല. ആ കപ്പൽ എല്ലാവർക്കും കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ഒതുങ്ങിക്കണം, അതിനൊതുങ്ങണം. പിന്നെ അതിൽ കയറിയവർക്ക് മുഴുവനും എവിടെ ഇറങ്ങാൻ പറ്റൂല. കടലാണ് എന്നെ തൊരീക്കത്ത്. കടൽ തൊരീക്കത്താണ്. കാരണം മൂക്കൂടി വെള്ളം കയറും, ജീവൻ പോവും. മനസ്സിലായില്ല? കപ്പൽ പോയാൽ അത് വിനോദയാത്രയാണ്. മുത്ത് കിട്ടില്ല ലക്ഷ്യമെങ്കിൽ എവിടെ ഇറങ്ങണം? കടല പൈസ കൊടുത്ത് മുത്ത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കിട്ടൂല. ഇങ്ങനെ ഇറങ്ങണം. എവിടേക്ക് ഇറങ്ങണം? തൊരീക്കത്തേക്ക് ഇറങ്ങണം. തൊരീക്കത്തും കൽബഹരി. തൊരീക്കത്ത് സമുദ്രം പോലെയാ. അപ്പൊ 3 കാര്യങ്ങൾ ദീനിറങ്ങുമ്പോഴും സമസ്ത മാത്രമല്ല, അത് സമസ്ത ശരിയാത്താണ്. ഞാൻ എന്തുണ്ടാവണം? വേറെ വകുപ്പാണ്. ചങ്ങായി വേറെ പീടിയാണ്. പൊന്നും പീടിയും പന്തും പീടിയും ഒന്നല്ല. പൊന്ന് വേറെ, പന്ത് വേറെ, പലവ്യഞ്ജനം വേറെ, ഇതൊക്കെ വേറെ വേറെ പീടിയാണ്. ഈ പീടി എല്ലാം കൂടിയതാണ് എന്റെ ജീവിതം. ശരിയാത്ത് മനസ്സിലായില്ലേ? ശരിയാത്ത് ത്വരീക്കത്തിനെ സംബന്ധിച്ചിടത്തൊരു കൂട്ടാണത്. പക്ഷെ അതിൽ ആത്മീയത അതല്ല. ആത്മീയത ഒരാൾക്ക് സമർപ്പിക്കലാണ്. ആ കൂട്ടത്തിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ ഇറങ്ങി ഇങ്ങനെ നീന്തി. എവിടെ? കടലിൽ ഇങ്ങനെ നീന്തി. ഓർക്കൊരു വിനോദ സഞ്ചാരം ഉണ്ടാവുള്ളൂ. രാവിലെയും ദിക്കറില്ല, വൈകുന്നേരം ദിക്കറ. മനസ്സിലായില്ല? ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ത്വരീക്കത്തിൽ കൂടിയ വിട്ടികളുണ്ട്. ഓര് വിചാരിക്കണം ഞാനിപ്പോ കേമം കഴിഞ്ഞ ഇതിപ്പോ എവിടെയുള്ളൂ. എന്റെ നെഞ്ഞപ്പുറം എനക്ക് ഇവിടെ എന്തുണ്ട്? ലൈഫ് ട്യൂബ് ഉണ്ട്. ഇപ്പൊ ലൈഫ് ട്യൂബ് ഇട്ട് അന്നെ ഇപ്പൊ എന്ത് പറയാ? കടലിൽ ഇറങ്ങിയോന്നറിയാം. പക്ഷെ എന്നെ ഇവിടെ ലൈഫ് ട്യൂബ് ഉണ്ട്. അപ്പൊ ആ ലൈഫ് ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കളിച്ച എവിടേക്ക് മുങ്ങിയിട്ടില്ല. മുങ്ങിയാ എന്റെ ജീവൻ പോവും. മുങ്ങണമെങ്കിലോ ഒവ്വാസിനെ കിട്ടണം. എന്താ ഒവ്വാസ്? മുങ്ങൽ വിദഗ്ധൻ. 30 അടിയിൽ പലവട്ടം പോയി മുത്തത്ത് വന്ന ആളാണ്. ആ ആൾക്ക് കയ്യിൽ എന്റെ തടിയെ ഏൽപ്പിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? പിന്നെ ഞാൻ വെള്ളം കുടിച്ചു. അപ്പോ ഒവ്വാസ് പറഞ്ഞു, ഇന്റെ ഒപ്പം പോന്നാച്ച് വെള്ളം കുടിച്ചില്ല. ഇത് ഇജൊറ്റക്ക് മുങ്ങിയിട്ട് കാര്യമല്ല. ഇജ് ആർക്കേൽപ്പിക്കണം? ഒവ്വാസ് ويغوص باهرا ثم ترا اسفلا يغوص غوص മുങ്ങൽ വിദഗ്ധൻ. പലവട്ടം പോയി മുത്തെടുത്ത് വന്നതാണ്. മൂപ്പർക്ക് അവിടേക്ക് നാട്ടുകൂടി നടക്കണേക്കാൾ മൂപ്പർക്ക് ഇഷ്ടം എന്താണ്? മുങ്ങലാണ്. അയാളൊപ്പം പോയാൽ എന്താവൂല? മുങ്ങൂല. അയാളെ എത്തുന്ന കയ്യിൽ പറ്റിച്ച് പോകരുത്. അപ്പൊ കടലിറങ്ങിയവർ മുഴുവനും കൂടി തടി ആർക്കും കൊടുക്കൂല. ഒവ്വാസിന് കൊടുക്കൂല. ഒവ്വാസിന് കൊടുത്തു കഴിഞ്ഞാൽ ഒവ്വാസ് എന്നെ കൊണ്ടുപോയിട്ട് ചേറ്റിലിറക്കിയിട്ട് മുത്ത് എന്നെ കൊണ്ട് പൊട്ടിച്ചോണ്ടിരും. അതിന് എന്റെ തടി ആരെ ഏൽപ്പിക്കണം? അപ്പൊ 2 അല്ല 3, 1 അല്ല 2, 2 അല്ല 3. ഇത് ഒവ്വാസാണ്. ഒവ്വാസ് വേറെ വേറെ പണിയാണ് എടുപ്പിക്കുക. എന്നെ കൊണ്ട് മുത്ത് എന്നെ കൊണ്ട് പൊട്ടിക്കും. ഇജ അവിടെ പോയാണ് വന്ന ഒവ്വാസ് ഇജന്നെ പൊട്ടിച്ച ഓൻ പൊട്ടിച്ച മുത്ത് കണ്ടില്ലേ? നാട്ടുകാരോട് ഒവ്വാസ് പറയും ഞാനല്ല പൊട്ടിച്ച ഓൻ തന്നെ. പക്ഷെ ആരൊപ്പ പോയത്?
ഹവ്വാസിനൊപ്പം വെള്ളം കുടിച്ചില്ല, പേടിക്കണ്ട. അപ്പൊ ഇന്നിപ്പോ തൊരീക്കത്താരി എന്ന് പറയുന്ന പല തൊരീക്കത്താരും സത്യത്തിൽ എന്താണ്? ലൈഫ് ജാക്കറ്റ് ഇട്ടവരാണ്. ഓലെന്തല്ല, ഓലിക്ക് എവിടെ ഇറങ്ങിയിട്ടില്ല, ആ മുങ്ങൾക്ക് കടലിൽ ഇറങ്ങിയിട്ടില്ല. ഒരിങ്ങനെ രാവും വൈകുന്നേരവും ഇങ്ങനെ എന്ത് കാട്ടാണ്? ഇതൊക്കെ എന്താണ്? ഇത് കടലിലുള്ള പാച്ചിന് നല്ലതാണ്. കടലിൽ ഇറങ്ങിയാലല്ലേ എന്തിനു പറ്റുള്ളൂ. ആദ്യം കുളിരൊന്ന് കിടണം, കുളിര് അതിലാണ് ഭയങ്കര കുളിരക്കും. അപ്പൊ കുറേ നേരം നമ്മൾ രാവും പകലും ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് അങ്ങനെ വെള്ളത്തിൽ കളിച്ചാൽ പിന്നെ നമുക്ക് എന്ത് തോന്നും? ഒന്ന് അടിയിൽ ഇറങ്ങിക്കോളാം. കപ്പൽ കുത്തരാൻ തോന്നൂല. കപ്പൽ കുത്തരക്കോളാം എന്തെന്നെ പേടിയാണ്. കപ്പലിലുള്ള കപ്പിത്താൻ പറയണത് വെറുതെ അങ്ങോട്ട് പോകണ്ട, അത് തന്നെയാണ് എല്ലാം. അതെന്ത് വർത്താന? കപ്പലിൽ പോയാൽ വിനോദയാത്രയാണ്. കപ്പലിൽ പോയാൽ കപ്പലിന് പല സുഖമുണ്ട്. എന്ത്? കപ്പലിൽ പോയാൽ മന്തി കിട്ടും. കടലിറങ്ങി എന്തുണ്ടാവില്ല, മന്തി ഉണ്ടാവില്ല. ഞമ്മക്ക് മന്തി ഉണ്ടാവും. നമ്മളിപ്പോ ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് ഒരു മന്തി ഉടനാണ് എല്ലാവരും തിന്നാണ്. അപ്പൊ ഞങ്ങൾ ഒരു തൊരീക്കത്തേര് വൈകുന്നേരം കൂടി ഒരു എന്താ ചെയ്യണത്? ലിക്കറി അല്ലേല് പിന്നെ മന്തി ഉടനെ മന്തി തിന്ന. കാരണം ഇജിപ്പ് എവിടേക്ക് ഇറങ്ങിയിട്ടില്ല. കടലിറങ്ങി അവിടെ മന്തി തീറ്റല്ലേ എങ്ങായി. അതേസമയം കപ്പലിൽ എന്തേ ഉള്ളൂ. കപ്പലിൽ പോയാലെല്ലാം 3 ദിവസം 6 ദിവസം 12 ദിവസം മന്തിയാണ്. മന്തിയോട് ഉണ്ട്. കപ്പലിൽ പോയി വന്നവരൊക്കെ പറയുന്നത് ഇങ്ങനെ മന്തി തിന്നിട്ടില്ല. ആചാര്യം അത് തെറ്റല്ല. അല്ല, അത് തെറ്റല്ല. കപ്പലിന്റെ ഉള്ളിൽ കടലിറങ്ങാത്ത കാലത്തോളം പിന്നെ നല്ലതെന്താ? മന്തി നല്ലതല്ല, അതൊന്നുമല്ല. പക്ഷേ കടലിറങ്ങിയവർക്കും മന്തി എന്നാ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരാൾ തൊലിക്കത്തരും. ഹക്കീക്കത്തിൽ എന്തില്ല? മന്തിയില്ല, കുന്തിയില്ല, മൂക്കിൽ ചേരണേ. അത് ഇൻഡിവിജ്വലാ, അത് സംഘടനയല്ല. ഞാൻ താങ്കളെ പിന്നാലെ കൂടട്ടെ. താങ്കൾ എന്നെ പഠിപ്പിക്കാൻ താങ്കൾക്ക് നേരത്തെ കിട്ടിയ വിജ്ഞാനത്തിന് അതായത് ശൈഖന്മാർ വഴി കിട്ടുന്ന നേർമാർഗമാണ് എന്ത്? ഒക്കെ ഇൻഡിവിജ്വലാ. അപ്പോൾ ആത്മീയതക്ക് സംഘടനയുമില്ല. ആത്മീയത 100% ഇൻഡിവിജ്വലാണ്. ത്വരീക്കത്തുകൾ എന്തല്ല? ആത്മീയതല്ല, ആത്മീയതയിലേക്കുള്ള ഒരു വഴിയാണ്. ശരിയാത്തോ? ശരിയാത്ത് ബേസ്മെന്റിലേക്കുള്ള വഴിയാണ്. അപ്പൊ അന്നൊക്കെ പറയാം, അതിന്റെ അപ്പുറത്തേക്കില്ല. 3 പാർട്ടാണ് ദീന്. ഒരാൾക്ക് രത്നം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം മദ്രസയിൽ പോകണം, പിന്നെ ത്വരീഖത്ത് ചേരണം, പിന്നെ ഒരു മുങ്ങൽ വിദഗ്ധനെ തന്നെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? മുങ്ങണം. അപ്പൊ ചിലപ്പോ നിങ്ങളോട് പറയണം, ചിലപ്പോ വന്നെങ്കിലായി. കാരണം പോണത് കടലിന്റെ അടിക്കാണ്. ചിലപ്പോൾ ഇങ്ങോട്ട് തടി കിട്ടൂല, കിട്ടിയെങ്കിലായി. അൽഹംദുലില്ലാ. എന്നാലും നിങ്ങൾ നേരത്തെ കാലത്തെ അള്ളാനെ തെറ്റിയാലും എനിക്ക് ഞങ്ങളവിടെ കയറ്റി തന്നാൽ മതി. വിളിക്കുമ്പോഴത്തിന് പെണ്ണുങ്ങളെ കിട്ടൂല. ആരൊപ്പം പോയാൽ? ഷെയ്ഖിനൊപ്പം പോയാൽ ഷെയ്ഖ് ആദ്യം മൊബൈൽ എറിഞ്ഞു പോരുന്നാണ് പറയാ. പഠിച്ചോനെ മമ്പറത്ത് ഞങ്ങളെ എൻ്റെ പുയ്യാപ്പള കാണാനില്ലയോ എന്ന് പറയുന്നവർക്ക് പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, ചിന്തിക്ക്. അത് നീ വളരെ ആലോചിക്കുക പറയണത്. ശരിയാറ്റും കസഫീനത്തിനും ത്വരീഖത്തും അത് നാം മനസ്സിലായോ പറഞ്ഞത്. അപ്പൊ അതൊരിക്കലും സമസ്തല്ല. ഇത് ആത്മീയത എന്ന് പറഞ്ഞത് അവസാനത്താണ്. പടച്ചവനെ നീ, നിന്റെ സ്രഷ്ടാവിനെ നീ അനുഭവിക്കലാണ് എന്ത്? ആത്മീയത. അപ്പൊ അവിടെ എന്താ നടക്കുക? തെസ്കിയത്ത്. ഒരുപാട് ഹിജാബുകൾ നിനക്കുണ്ടാവും. ആ ഹിജാബിനെ മുഴുവനും ഷെയ്ഖ് നിന്നിൽ നിന്ന് എന്ത് ചെയ്യും? അത് കളയും. അതിന് ഇജ്ജ് വഷളാണ്ടി വരും. ചിലപ്പോ ഞങ്ങളോട് പറഞ്ഞ അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളുടെ മജ്ലിസിൽ വന്ന ഒരാള് എനിക്ക് വലിയ ഷെയ്ഖാകണം ഔലിയാകണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ആക്കിത്തരാം, പക്ഷെ ഞാൻ പറഞ്ഞേ ചെയ്യണം. ആദ്യം ചെന്തിയാണ് എൻ്റെ താടി ഓടിച്ചാൽ അതിൻ്റെ താരിക്കട്ട കൂപ്പായൊക്കെ കൊണ്ട് ഒഴിവാക്കി ചാക്കാണ് തോൾ കിട്ടുക. എന്നിട്ട് ഇജ്ജ് കാളിയർ പാപ്പയായ വലിയ കാളിയറല്ലേ ആ നാട്ടിൽ അങ്ങാടി പോയി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് പിന്നെ നട്ട്സും മറ്റുമൊക്കെ എൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കുക. എന്നിട്ട് എന്ത് പറയാ? എൻ്റെ പുറത്ത് ആര് തല്ലാണെങ്കിലും ഓന് ഞാൻ സമ്മാനം കൊടുക്കും. എന്നിട്ട് ആ അങ്ങാടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റ വട്ടം നടന്നാൽ മതി. എന്നെ ഞാൻ ഇജ് പിന്നെ ഇവിടെ അങ്ങാടി അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ട് പോയാൽ എന്നെ ഞാൻ ഇവിടെ എത്തിച്ചേരാം. ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് എന്ത് കാണിച്ചു തരാം? ലോൺ മാഫൂൾ. അപ്പ പറഞ്ഞ ഷവക്കല്ല, ഇതൊക്കെ ആര് കാട്ടാനാണ് അവലിയ പാപ്പ?
പറഞ്ഞു വണ്ടി വിട്ടോ, ഇത് നന്നാവൂല. എന്തിനത് പറയണത്? എന്തിനാ പറയണത്? എനിക്ക് വേണ്ടത്, എൻ്റെ പ്രശ്നം ദിക്റില്ലായ്മയല്ല, എൻ്റെ പ്രശ്നം കിബിറുണ്ടാകലാണ്. ഇത് ആണ് കാട്ടിനോടുകൂടെ എൻ്റെ തടിമെന്ന് എന്ത് പോകും? കിബിറു. പിന്നെ എന്നും കുട്ടികൾ എന്നെ ചെണ്ട മുട്ടും. അന്ന് ആ മയിലിന്ന് പിരിച്ചുവിടുന്നത് മാത്രമല്ല, പിന്നെ ഒരു ചന്തയിൽ നിന്ന് ഇത് വൈതനങ്ങ വാങ്ങണ മനസ്സിലായില്ലേ, തക്കാളി വാങ്ങണ വരെ കണ്ടാലും നാട്ടുകാർ എന്ത് പറയും? ആഹാ, നമ്മളെ പള്ളി പടക്കായി പോയ ആ കാക്കല്ലത്, അയാളെ കൊണ്ട് ഇന്നും നമ്മളെ നാട് തല്ല് തീർന്നിട്ടില്ല. അവൻ നാട്ടുകാരൊക്കെ എന്നെ വഷളാക്കും. ഈ വഷളത്തരം കേൾക്കുന്നതനുസരിച്ച് എൻ്റെ എന്ത് പോവും? കിബിറു. അപ്പജി മനസ്സിലായി, കിബിറുമായി തന്നെ അന്നാവും. ദിക്റല്ല, കിബിറു കൂടുക. ചില മരുന്ന് കുടിച്ചാൽ എന്താ ഉണ്ടാകുക? ബസൂരിക്ക് ചില ബസൂരിൻ്റെ മരുന്ന്, നല്ല ഡോക്ടർ ആണെങ്കിൽ ബസൂരിക്ക് മരുന്ന് കുടിച്ചാൽ പിറ്റേന്ന് പൊന്തും, നല്ലോണം പൊന്തി 2 ആഴ്ച പെരും പൊന്തും, പിന്നെ താവുള്ളൂ. പിന്നെ അങ്ങനെ കരിയൽ കൊടുക്കും. നേരെ പക്ഷെ മോശപ്പെട്ട ഡോക്ടറാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? കരിയാളിൽ കൊടുക്കും. അതോടുകൂടി എൻ്റെ കഥ കഴിഞ്ഞ്. പിന്നെ എനിക്ക് ക്യാൻസർ ഉണ്ടാകുക. ബസൂരി എന്തായി മാറും? ബസൂരി എന്തായി മാറും? ക്യാൻസറായി മാറും. മറ്റൊരു അങ്ങനെയല്ല, പൊന്തിപ്പോ. അപ്പൊ കിബിറ് നമ്മൾക്ക് ഇന്ന് ദിക്റിയലിനനുസരിച്ച് നമുക്ക് എന്താ കൂടിയത്? കിബിറ്. നമ്മൾ വലിയ കൂട്ടരാണ്. ചിലർക്ക് മാലമണി ഇടക്കിടക്കൊക്കെ എടുത്ത് അങ്ങനെ മാലമണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക. മാലമണിയും വലിയ കൂട്ടരും അളിയനൊക്കെ ഇരിക്കോടത്ത് എൻ്റെ പെണ്ണുങ്ങൾ ആങ്ങളി അളിയൻ എല്ലാവരും മറ്റൊരു മുത്തച്ഛനും അളയച്ചനും. അപ്പം ഇജ്ജ് വന്ന് വേറെ തൽക്കാലത്തിന് മുസലൊക്കെ ഇട്ടിരുന്നാണ്. പിന്നെ ചെല്ലൽ തുടങ്ങി. അപ്പോൾ ഓരോ തമ്മിൽ ഒരു അളിയൻ പപ്പാൻ്റെ മാല നല്ല എന്ന്. അപ്പം ഈ ഇജ്ജ് അളിയപ്പോൾ പായ മാതിരി ഒന്നും അല്ലട്ടോന്ന് പറയിപ്പിക്കലാണ് എൻ്റെ ആവശ്യം. എനിക്കിപ്പോൾ ഈ തൊരീക്കത്ത് കൂടിയിട്ട് എന്താ കൂടിയത്? കിബിർ അല്ലാതെ കിബിറിൽ മാത്രം നടക്കണ തൊരീക്കത്തുകാർ കേരളത്തിൽ ഞാൻ എത്ര എണ്ണം കാണിച്ചു തരണം? കിബിർ മാത്രം. ഓരത്ര ശല്യം ഈ ലോകത്താരുമല്ല. ഒരു സൽസ്വഭാവത്തിൻ്റെ കഷ്ണൊരുക്കില്ല. സൽസ്വഭാവത്തിൻ്റെ കഷ്ണൊരുക്കുണ്ടാവില്ല. ഞാൻ ഇപ്പം നിങ്ങളോട് ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഉലമാഇനെ തള്ളാൻ പാടില്ല. അതേ സംബന്ധിച്ച് പറ്റാത്ത ഞാൻ ഇപ്പോൾ ഇവിടെ പലവട്ടം പറഞ്ഞു. അത് നമ്മൾ പേടിക്കുമ്പോണ്ട. നമ്മൾ പറഞ്ഞത് എന്താണ് കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട്. ഒരു ഔലിയപ്പാപ്പാക്കും ബഹുമാനപ്പെട്ട സമസ്ത ചെയ്യുന്നൊരു സേവനം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഈ സാധനം ഇവിടെ നമുക്ക് എന്താണ് പറയണ കുട്ടി നിർബന്ധാണ്. ഇവിടെ ലാഹിയ ഉലമാക്കൾ നിർബന്ധാണ്. അവർ ചെയ്യുന്ന സേവനം വേറെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്താ അവർ പറയരുത്? ഇതിനപ്പുറം ഒരു ത്വരീക്കത്ത് ഇല്ല. ഞങ്ങൾ തന്നെയാണ് ത്വരീക്കത്തിന് ശംസുലും പറഞ്ഞിട്ടില്ല. ശംസുലുമൊക്കെ ശൈഖുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പ്രസംഗിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖിൽ നിന്ന് തെർബിയത്ത് ത്വരീക്കത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയിലക്കാട് ഷെയ്ഖ് സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഷെയ്ഖുന ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിന്റെ ഷെയ്ഖിന്റെ തെർബിയത്ത് ത്വരീക്കത്ത് എന്തല്ല? സമസ്തല്ല. മനസ്സിലായില്ല? അവർ ലാഹിരി ശരീഅത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ത്വരീക്കത്ത് വരെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഷെയ്ഖ് സിറാജുദ്ദീനെ സ്വീകരിച്ചു. ആര്? ഷെയ്ഖ് 40 കൊല്ലം സംസ്ഥാന സെക്രട്ടറി ആയ ആൾക്ക് പറഞ്ഞൂടെ ഇന്ത്യ ത്വരീക്കത്ത് എന്ത് സമസ്ത? അങ്ങനെ പറയാൻ പറ്റൂല. ത്വരീക്കത്ത് ഒരിക്കലും സമസ്തയാവൂല. ഷെയ്ഖിന്റെ സ്ഥാനം സമസ്തക്ക് വെക്കാൻ കഴിയില്ല. അതേ സമയത്ത് സമസ്ത ചെയ്യുന്ന ഒരു കാര്യം ഷെയ്ഖിന് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടാണ്. ഒന്ന് ഉമ്മയാണ്, ഒന്ന് വാപ്പയാണ്. രണ്ടും കൂടിയേ കുട്ടി ഉണ്ടാവുള്ളൂ. വാപ്പ പറഞ്ഞു ഞാൻ ഉമ്മാക്ക് വയ്പ്പെടൂല, ഉമ്മ പറഞ്ഞു ഞാൻ ബാപ്പാക്കും വയ്പ്പെടൂല, പിന്നെ കുട്ടി ഉണ്ടാവും. കുട്ടി ബാപ്പ ഉമ്മാനെയും പരിഗണിക്കണം, ഉമ്മ ബാപ്പാനെയും പരിഗണിക്കണം. അപ്പോഴാണ് അൽ നതീജത്തു സ്വാലിഹ. അവിടെ എന്തുണ്ടാവും? മക്കൾ ആ നാട്ടിൽ ഉപകരിക്കും. രണ്ടും ഇങ്ങനെ കിബിറ് കൊണ്ട് നടക്കൂല. അവ ത്വരീക്കത്തുകാർ സമസ്തയെ കുറ്റം പറയരുത്. സമസ്ത ഞങ്ങളാണ് ത്വരീക്കത്തെന്ന് ശംസുന് പറഞ്ഞിട്ടില്ല. അത് അള്ളാഹ്ക്കും എതിരാണ്, ശംസുനുമൊക്കെതിരാണ്. എന്തുകൊണ്ട്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീം. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറയരുത്. ഇപ്പൊ ചില മോനിമാർ അങ്ങനെ പറയുന്ന കാലം കഴിഞ്ഞു, ഇനി ത്വരീക്കത്തൊന്നും നേരെയാവൂല, അങ്ങനെ പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? 1-ാം നൂറ്റാണ്ടിലേക്ക് ത്വരീക്കത്തുണ്ട്, 2-ാം നൂറ്റാണ്ടിലേക്കുണ്ട്, 3-ാം നൂറ്റാണ്ടിലേക്കുണ്ട്. അന്ന് ത്വരീക്കത്തിന്റെ ആവശ്യമില്ല. ബാപ്പാനെ നോക്കിയാൽ തന്നെ നന്നാകാം. ഇപ്പൊ സ്വഹാബത്തിന്റെ കുട്ടികൾക്ക് ആര് നോക്കിയാൽ മതി? പറയാം മോനെ, സ്വഹാബത്തിന്റെ മക്കൾക്ക് ആരെ കണ്ടാ മതി? ബാപ്പാനെ കണ്ട പോലെ. താബിഈങ്ങളുടെ മക്കൾക്ക് ബാപ്പാനെ കണ്ട പോലെ. തബഉ താബിഈങ്ങളുടെ മക്കൾക്ക് ആരെ കണ്ടാ മതി? അവരെ സ്വന്തം ബാപ്പാനെ കണ്ടാൽ തന്നെ ലൗൽ മഹ്ഫൂദിലേക്ക് നോക്കാവുന്ന അവസ്ഥയിലേക്ക് ഇവരൊക്കെ എത്തിച്ചേരും. അവരൊക്കെ കാലത്ത് ത്വരീക്കത്തുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഹിജ്റ 500-ന് ശേഷം ത്വരീക്കത്തില്ലായിരുന്നപ്പോ ത്വരീക്കത്ത് ആവശ്യമില്ലാത്ത കാലത്തൊക്കെ ത്വരീക്കത്ത് പഠിച്ചുണ്ടാക്കി, പിന്നൊക്കെ പഠിച്ചവൻ പിൻവലിച്ചു. അതെന്ത് നീതിയാണോ? എന്താണ് പറയണ വിട്ടിത്തരം, പച്ച വിട്ടിത്തരം. ത്വരീക്കത്ത് ആവശ്യമില്ലാത്ത ചില പറയാം ഈ 500-ന് ശേഷം പിന്നെ ത്വരീക്കത്തില്ല പറയുമ്പോഴൊക്കെ എളുപ്പമുണ്ട് അങ്ങനെ പറയാൻ. അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്.
പക്ഷെ അത് പൊട്ടത്തരാണ് പറഞ്ഞത്. എന്തുകൊണ്ട് 1, 2, 3, 4, 5, 6 നൂറ്റാണ്ടുകാർക്ക് ത്വരീഖത്തിന്റെ ആവശ്യം ഇല്ല. അവർക്ക് സ്വന്തം ബാപ്പമാര് ആരാണ്? മുഹദ്ദബീങ്ങളായ ഔലിയാക്കളാണ്. സ്വന്തം ബാപ്പാനെ കണ്ടാൽ നന്നാകാം. ലൗൽ മഹ്ഫൂദിലെത്തും അള്ളാഹുവിന്റെ ഹബീബാവുന്ന കൗഫിൽ അറയിൽ എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാ കഴിയില്ല. നമ്മളെ ബാപ്പാക്ക് പണി എന്താ? മന്ത. നമ്മളെ ബാപ്പാക്ക് പണി മാന്തിയ നമ്മളെ ബാപ്പാക്ക് എന്താ പണി? പറയണ ജീവിച്ചിരിക്കുന്ന ബാപ്പ ഉണ്ടെങ്കിൽ എന്താ പണി? എന്റെ ബാപ്പ മരിച്ചു, നന്നായി, മാന്തലിന് വല്ലാതെ മാന്തൽ ഓർമ്മ ബാപ്പ മരിച്ചു, അതുമല്ല ഇല്ല. ഇന്നിപ്പോ ബാപ്പ ഉണ്ടെങ്കിൽ ബാപ്പാക്ക് പണി എന്താ? പറയുടെ ചങ്ങായി എന്താണ്? സിനിമാ നടിനെ മാന്ത. ഒരു സിനിമാ നടിനെ കണ്ട് പൂജ കഴിഞ്ഞാൽ അടുത്ത സിനിമാ നടിനെ മാന്ത. അപ്പൊ ഈ കാലത്ത് നമുക്ക് നന്നാക്കാൻ ആര് പോരാ? ആ പോരാ. മദ്രസ അവിടുത്തെ മോനിക്ക് പണി മാന്ത. മൊബൈലിൽ കളിക്കാത്ത മാലിന്യങ്ങളെ ആവശ്യമുണ്ട്. ഒരു പരസ്യം ഒരാൾ എനിക്ക് അയച്ചത്. മദ്രസ സമയത്ത് മൊബൈലിൽ കളിക്കാത്ത മാലിന്യങ്ങളെ ആവശ്യമുണ്ട്. അപ്പൊ മാലിന്യമിന്റെ പണി എന്ത് മാന്ത? ഈ മാലിന്യമിനെ കൊണ്ട് എങ്ങനെ ചെയ്യുന്നത്? പള്ളിക്കല ഉസ്താദിന് എന്താ പണി? പള്ളിക്കല ഉസ്താദിന് എന്താണ് പണി? മാന്ത. എല്ലാവർക്കും പണി എന്തെന്നെ മാന്ത മാന്ത മാന്ത. അപ്പൊ ഈ ആളെ കൊണ്ട് ചെയ്യാൻ നന്നാകുക. അപ്പൊ നന്നാവണല്ലോ. നന്നാവുന്ന ആളുകൾ എന്നുണ്ടാവും. ഖിയാമത്ത് വരെ ജനങ്ങളെ നന്നാക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുന്ന മുത്തനബി പറഞ്ഞില്ലേ? അപ്പൊ അതുണ്ടാകണല്ലോ. അപ്പൊ ഈ മാന്തൂനെ കൊണ്ട് എടുക്കാൻ കഴിയൂല. അപ്പൊ വേറൊരു കൂട്ടരുണ്ടാകണം. അതുണ്ട്. നീതിമാനായ റബ്ബ് ഖിയാമത്ത് നാൾ വരെ അങ്ങനത്തെ ആളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളാണെന്ന് ശരിയായിട്ട് പണ്ഡിതന്മാർ പറയാൻ പാടില്ല. ഇല്ല എന്ന് പറയാൻ പാടില്ല. ഉണ്ടാവും, ഉണ്ട്. ശംസുൽ ഇന്നലെ മിഞ്ഞാന്നല്ലേ വഫാത്തായത്. അവർക്ക് ഷെയ്ഖിനെ കിട്ടിയാൽ എനിക്ക് കിട്ടൂലേ? അവർ ഹിജ്റ 300 മുമ്പുള്ള ആളല്ലല്ലോ. ഷെയ്ഖ് സിറാജുദ്ദീനാണ് എൻ്റെ ഷെയ്ഖ്. അവരെ കൊണ്ടാണ് ഞാൻ നന്നായത്. പിന്നെ കണ്ട ഔലിയാക്കന്മാരടുത്തൊക്കെ നട്ടപ്പാതിരക്ക് പോകും. പാടത്തുകായൽ സ്വാലി മൗലാൻ്റെ അടുത്ത് നട്ടപ്പാതിരത്ത് പോയി കാലു ഇഞ്ഞോട്ട് നമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ബന്ധപ്പെട്ട മുജീദന്മാർ. മനസ്സിലാണ്ട് പറഞ്ഞ അങ്ങനെയാണ് അവർ. അതേ സമയത്ത് അവർ വായു ശരീരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഈ 2 ബന്ധം ആ വ്യക്തിക്ക് ഉണ്ടായത് കൊണ്ടാണ് ആ ഉമ്മത്ത് നേരെ പോയത്. മനസ്സിലായി പറഞ്ഞത്. അത് ആ കസേര ഗുണമല്ല, പിന്നെ ആരുടെ ഗുണമാണ്? ആ വ്യക്തി ഗുണമാണ്. അപ്പൊ ഇല്ലാന്ന് പറയരുത്. ബഹുമാനപ്പെട്ട പിന്നെ എന്താ പറയാ, തങ്ങൾ ഉസ്താദിന്റെ എത്രയോ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മുറബി. അപ്പൊ തങ്ങൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ഒരു മുറബി ഉണ്ട്. ആ മുറബിക്ക് അപ്പുറത്ത് മുറബി ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മക്കില്ല എന്ന് പറയരുത്, നമുക്ക് കിട്ടില്ല എന്ന് പറയരുത്. അതേസമയത്ത് ഇവരാണെന്ന് പറയാൻ പറ്റൂല. കാരണം മുറബിയായ ഷെയ്ഖിന്റെ ശുറൂത്തുകൾ എന്തിനുണ്ട്? കിതാബിലുണ്ട്. ആ ഷർത്തൊപ്പിച്ച ആളാണോ ആലിമ്? ഓക്കെ. അപ്പൊ നമ്മൾ ആ ഷർത്ത് ഈ ആലിമിൽ പരിശോധിക്കണം. തിരിഞ്ഞിട്ടില്ല. അയാൾ സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മുഷാവർ മെമ്പറോ ആയതാണോ അല്ല പരിശോധിക്കേണ്ടത്. പിന്നെന്താണ്? മുറബിയായ ഷെയ്ഖിന്റെ മുർഷിദായ ഷെയ്ഖിന്റെ ശുറൂത്തുകൾ ഇതിൽ പറയുന്നുണ്ട്. കിതാബുകൾ മണിമണിയായി പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇവരിൽ പരിശോധിച്ച് അവരാണോ എടുത്തോ? അല്ലേ? അല്ലെങ്കിൽ അല്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം? അവർ പറഞ്ഞു തരണം. ഞങ്ങളോട് പറഞ്ഞറിയും, ഉലമാക്കളോട് ചോദിക്കുക. ബഹുമാനപ്പെട്ട സമസ്തയോടെ ചോദിക്കുക. എന്നോട് ചോദിക്കണം എന്നല്ല പറഞ്ഞത്, ഞാനല്ലേ പറയണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നന്നാവണല്ലോ. ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. ഒരുത്തം പേക്കണ്ടവനാണെങ്കിൽ ഒരു വലിയ മുർഷിനെ കിട്ടൂല. അപ്പൊ വലിയ മുർഷിനെ നമുക്ക് കാണിച്ചു തരേണ്ടത് ആരാണ്? ഈ ലക്ഷണമൊത്ത ഉലമാക്കൾ. അപ്പൊ നിങ്ങളത് സമസ്തയോടെ കേൾക്കണ്ടത്. നിങ്ങൾ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തരാൻ നിൽക്കണ്ട. ഞാനല്ല എന്റെ ആള്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത് എന്താണ്? ചങ്ങായി, ഞാൻ പറയണത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ എന്ത് പറയും? 2:10 കോട്ടയം സൂപ്പർ ഫാസ്റ്റ് പുറപ്പെടും. അപ്പൊ തന്നെ എന്തും പറയും. 3:15 കോഴിക്കോട് പിന്നെ വേറെ വണ്ടി. അപ്പൊ ഞാൻ വണ്ടി പുറപ്പെടുന്ന വിളിച്ചു പറയുന്ന ആളാണ് ഞാൻ ആരല്ല. ഞാനല്ല കോഴിക്കോടും വണ്ടി, ഞാനല്ല കോട്ടയം വണ്ടി. ഞാൻ ആരാണ്? ഇത്ര മണിക്ക് ഇന്ന വണ്ടി പുറപ്പെടുന്നുണ്ട്, ഇത്ര മണിക്ക് പറയാനായി. ആ തൃശ്ശൂര് എപ്പോഴും ഞാൻ ഇടക്കിടക്ക് KSRTC പോവും. ഇവിടെ നിന്ന് നിൽക്കാൻ ഉണ്ടാവില്ല. നമ്മൾ ദൂരെ പരിപാടിക്ക് പോകുമ്പോൾ KSRTC വന്നാൽ തൃശ്ശൂരും അവിടെ നിന്ന് നല്ല റാഹത്താ. അപ്പൊ അതിങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ലൊരു പ്രത്യേക ഒച്ചയിലാണ് അതിൽ വിളിച്ചു പറയാം. 3 മണിക്ക് 3:10 അങ്ങനെ. അപ്പൊ ഈ വണ്ടി വിളിച്ചു പറയുന്ന ആളാണ് ഞാൻ ആരല്ല, ഷെയ്ഖല്ല.
മനസ്സിലായി. മറ്റ് ആരോ കുട്ടികൾ ശേഖരം എഴുതി കുറിച്ചു, അതിമപ്പോ ആർക്കും ദേഷ്യായി. അത് ഞാനല്ല. അതിന് ഓരെന്താ കാരണം പറഞ്ഞു, ഉസ്താദെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഉസ്താദെ ഇത് അറബി ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തണം. അത്യപൂർവമായ പുസ്തകം, അത് 100% സത്യമാണ്. എന്റെ തിരുദൂതർ നിയോഗം വായിക്കൽ എല്ലാം മുസ്ലിം നിർബന്ധം. അല്ലാതെ അതിന് സമാനമായ പുസ്തകം ഇന്നുവരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇതുവരെ ഇല്ല. അതൊരു തൗഫീഖാണ്. ഞാൻ വലുതാക്കി പറയല്ലോ, ഞാൻ പറയണല്ലോ, ഞങ്ങൾ അറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എഫ്സ്റ്റീൻ ഫൈൽസ് ഒന്നും വായിക്കണ്ട, നിങ്ങൾ എൻ്റെ സാത്താന്റെ നവലോകക്രമം എന്ന പുസ്തകം വായിച്ചാൽ മതി. പിന്നെ ഒന്നും നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതൊക്കെ എന്നോ ഇറങ്ങിയതാണ്, ഈ ഫയൽസ് പുറത്തുനിന്നിട്ട് ഇറങ്ങിയല്ല. അപ്പൊ ആ പുസ്തകം നമുക്ക് അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും കൊണ്ടുവരണം. കുറച്ച് ആളുകൾ എന്നോട് വന്നു പറഞ്ഞു, ഇംഗ്ലീഷിലേക്ക് അറബിയിലേക്കും ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവര് ആദ്യം പേരിന്റെ മുമ്പ് ഷെയ്ഖ് എന്നൊരു വാക്ക് കയറ്റണം, അല്ലാതെ ആളുകൾ തിരിഞ്ഞു നോക്കൂല. ഷെയ്ഖ് ഹംസ യൂസുഫ്, ഇതൊക്കെ അങ്ങനെ പല പല ഷെയ്ഖ് പേരിട്ടാല് പേര് അതിന്റെ മുന്നിൽ വെച്ചാലേ ആ പുസ്തകം അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താലും ജനം ശ്രദ്ധിക്കുള്ളൂ, അറബികൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ആ വാക്ക് കേട്ടിട്ടേ യേശുവിനോട് അപ്പൊ കയറ്റിക്കൊള്ളി എന്ന് പറഞ്ഞു. എനിക്കിപ്പോ കയറ്റിയാലും മണ്ട, കയറ്റിയാലും മണ്ട. അത് നിങ്ങൾ ബേജാറാണ്ട ആവശ്യമില്ല, അത് ഓരോ ആവശ്യം, എന്റെ ആവശ്യമല്ല. പക്ഷെ എനിക്കൊരു ആവശ്യമുണ്ട്, എന്ത്, ഈ പുസ്തകം അറബികൾ വായിക്കണം. അതിന് ഷെയ്ഖ് മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ അറബികൾ എന്താ പറയാ, ഷെയ്ഖ് അബൂബക്കർ. അപ്പൊ ഞാൻ വലിയ ഷെയ്ഖായിരുന്നു നല്ല മനുഷ്യൻ അല്ല. ആ വാക്ക് മുന്നിലുണ്ടായാലും അറബികൾ ശ്രദ്ധിക്കൊള്ളൂ. അപ്പൊ ഞാനിപ്പോ പുതിയ ഒരു പരിപാടി ഇവിടെ തുടങ്ങുക, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ അതൊക്കെ വെള്ളം പറഞ്ഞ് അടുപ്പിൽ വെള്ളം പറഞ്ഞിട്ട് കാലം കുറയായി. ഞാൻ വേറെ ഒരാളെ കൂട്ടിത്തിരി കാലുമ്മ പിടിച്ചിറക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്ത്, ഞാൻ മുങ്ങിയിട്ടില്ല എന്നുള്ളൂ. മുങ്ങാൻ പറ്റിയ ആളെ കണ്ടു, ഇനി മുങ്ങണം. മനസ്സിലായി പറഞ്ഞത്, മുങ്ങും ഇൻഷാ അല്ലാഹ്, മുങ്ങും ഇൻഷാ അല്ലാഹ്, മുങ്ങും ചെയ്യും ഇൻഷാ അല്ലാഹ്, രക്തം പോലും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു മുങ്ങാൻ പറ്റിയ ആളെ കണ്ടിട്ടുണ്ട്, ഓബാസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഓബാസിനപ്പോ ഞാൻ മുങ്ങും, അപ്പൊ എനിക്ക് കിട്ടും ചെയ്യും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഇതൊക്കെ വെറുതെ, ഇതൊക്കെ ഓരോ ഇതാണ്. അല്ലാതെ നിങ്ങൾ പായൂർ ഷെയ്ഖ് മറ്റേ ഷെയ്ഖ് ഒന്നും പറയണ്ട. ഞാൻ പായൂർ ഷെയ്ഖല്ല, മൂട്ടാട് ഷെയ്ഖല്ല. അല്ല, അതിന് മാത്രം ഞാനില്ല. ഞാൻ ഈ ബസ് വിളിച്ചറിയുന്ന ആളാണ്. എന്ത്, നിങ്ങൾ കോട്ടയം ഈ ബസ് പോയിക്കോളി, തിരുവനന്തപുരം ഈ ബസ് പോയിക്കോളി, ആലപ്പുഴ ആ ബസ് പോയിക്കോളി, കോഴിക്കോട് ഈ ബസ് പോയിക്കോളി. അപ്പൊ എനിക്ക് പണി എന്താണ് ഇതിങ്ങനെ വിളിച്ച് പറയുന്ന പണിയാണ്. അതേ സമയത്ത് ഒരാൾ പറയാണ്, എന്ത്, കോഴിക്കോട്, കൊല്ലം, കൊയിലാണ്ടി, തൃശ്ശൂർ, ആലപ്പുഴ എല്ലാം കൂടി ഒരു ബസ്സാണ്. അത് പറയരുത്, അത് നടക്കൂല, അത് പറ്റൂല. മൂത്തേടം, കൊയിലാണ്ടി, കോഴിക്കോട്, കണ്ണൂര്, ഉടുമൽപേട്ട ഇതെല്ലാം കൂടി ഒരു ബസ് എന്ന് പറയരുത്. അതൊക്കെ വേറെ വേറെ ബസ്. അത്ര എന്നെ ഉത്തരവായിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ചിലർ പറയുന്നത് ഒക്കെ ഒറ്റ ബസ്സിലാണ്, അത് നടക്കൂല, ഉണ്ടാവില്ല. ഷെയ്ഖ് മനസ്സിലായി, ഇവർക്കൊക്കെ മുറപ്പികളെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ മുറപ്പികളിൽ നിന്ന് ഇവർക്ക് തെർബിയത്ത് കിട്ടിയില്ലെങ്കിൽ ഇവരെന്നെ മതി. പക്ഷെ അത് ഇവർ സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മുഷാവറയായതിന്റെ പേരിലല്ല. ഒരു മുറപ്പിയിൽ നിന്ന് ഇവർക്ക് തെർബിയത്ത് കിട്ടിയിട്ട് ഇവർ ആരെ അനുഭവിച്ചു, അള്ളാഹിന്റെ ഹബീബിനെ അള്ളാഹിനെ അനുഭവിച്ചവരെന്നെ മതി. അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പരിശോധിക്കാൻ ഷർത്തുകൾ കിതാബിലുണ്ട്, അത് പരിശോധിക്കണം. ഇല്ലേ പോലെ മതിയാവൂല. നമ്മളെ നിന്നിക്കേണ്ട ഒരു ലാഹിരിയായ നിങ്ങളാണ്. ഭർത്തന ക്ലിയറാണ്. അപ്പൊ 3 മാർഗമുള്ളത്. ഒന്ന്, ഉദാഹരണം ലീഗ് സമുദായ രാഷ്ട്രീയ സംഘടന, സമസ്ത മതസംഘടന. ആത്മീയതക്ക് സംഘടന ഇല്ല, സംഘടന കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആത്മീയതക്ക് ത്വരീക്കത്ത് കയറാം, പക്ഷെ ത്വരീക്കത്ത് കയറിയതുകൊണ്ട് ആത്മീയത പൂർത്തിയായി എന്നൊരാളും വിചാരിക്കണ്ട. അത് വേറെ പണിയാണ്, കഷ്ടപ്പാട് കുറച്ചൊന്നുമല്ല എന്ന് ക്ലിയർ. ഇത്രേ പതിലൊക്കെ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയോട് ചോദിക്കണം, ഞങ്ങൾക്ക് ഷെയ്ഖ് വേണം. ആ ഷെയ്ഖിനെ കിട്ടുന്നത് നമ്മളെ ആലിമീങ്ങളോട് ചോദിച്ചോളി. ആ 40 ചേർന്ന ഉലമാക്കളോട് അല്ലെങ്കിൽ അവർ ഫത്വാ കമ്മിറ്റികൾ എഴുതി ചോദിക്കണം. അതേ സമയത്ത് എന്നിട്ട് അവരെ ഷെയ്ഖിനെ നിർദ്ദേശിച്ചാൽ ആ ഷെയ്ഖിനെ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ അൽഹംദുലില്ലാ ഖബീറായ ആളുകളോടും ചോദിച്ച് ക്ലിയർ ആണ്, നിങ്ങൾ അതിനെ പിൻപറ്റിക്കോളി. അതൊക്കെ പറ്റും. പക്ഷെ എന്ത് പറയാൻ പറ്റൂല, ഷെയ്ഖന്മാരില്ലാന്ന് അവർ പറയാൻ പാടില്ല. ഞങ്ങളാണ് ത്വരീഖത്ത് അവർ പറയാൻ പാടില്ല. കാരണം ഷെയ്ഖ്ന ശംസുൽ ഉലമക്ക് വരെ ത്വരീഖത്ത് എന്തല്ല, സമസ്തയല്ല, അവർക്ക് വേറെ ത്വരീഖത്തുകളാണ്. അപ്പൊ ഇത് കൃത്യം കയറ്റാൻ വേണ്ടി പറഞ്ഞല്ല. മക്ക എന്നുള്ളതിന്റെ മീമിനെ ലമ്മാക്കിയാൽ മാത്രമേ മക്കത്തിനും കഴിച്ചാലുള്ളൂ. അതേസമയം മുക്ക എന്നുള്ളതിന്റെ ലമ്മിനെ ഫത്താക്കിയാൽ മുക്കത്തിന് മുക്കം അത് തെറ്റുമാണ്. മനസ്സിലായില്ല? മുക്കത്തിന്റെ മീമിന്റെ ലമ്മിനെ ഞാൻ ഫത്താക്കിയ തെറ്റാണ്. മുക്കത്തിന് പകരം എന്റെ എഴുതി മക്ക. ഒരു
മുക്കം വഴി ഒരാൾ ഒരു മക്കത്ത് ഓന് കണ്ണൂരിനാണ് ഒരു ഫ്ലൈറ്റ്. അപ്പം എന്ത് ചെയ്തു, അങ്ങനെ ഉറങ്ങിപ്പോരുക. അപ്പൊ ആ മുക്കത്തെ സിഗ്നലിന് അവിടെ എത്തിയപ്പോ ഏതോ ഒരു പിരാന്തൻ മുക്കാന്നുള്ളടത്ത് എന്താക്കി, മക്കാനാക്കി. അപ്പൊ ഇവനെന്ത് ഉറങ്ങണിനടിയിൽ ഇരിക്കുന്നടിയിൽ പിന്നെ മക്കാനാണ്. അപ്പൊ ഓനെന്ത് തെറ്റിദ്ധരിച്ചു, എന്ത് ആ മക്കത്തെത്തിയാലോ അൽഹംദുലില്ലാ. അപ്പൊ അത് തെറ്റാണ്. എന്ത് മുക്കത്തിന്റെ നമ്മിനെ ഫതഹാക്കൽ തെറ്റാണ്. അതേ സമയത്ത് മക്കത്തെത്തി നോക്കുമ്പോൾ മക്കന്റെ പിന്നെ മീമിന്റെ ഫതഹ് വ്യക്തം ഒരു പിരാന്തൻ എന്താക്കി, മുക്കാനാക്കിയത്. അപ്പൊ മക്കത്തിൽ പോയി ഇറങ്ങിയപ്പോൾ ഒരുത്തൻ കണ്ട് മുക്കാനാ. അപ്പൊ എന്ത് വിചാരിച്ചു, പഠിച്ചോനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും എത്തിയത് മുക്കത്ത് തന്നെയാണല്ലോ, അതും തെറ്റാണ്. മക്കത്തിന് മുക്കാക്കാലും തെറ്റാണ്, മുക്കത്തിന് മക്കാക്കലും തെറ്റാണ്. അറുപ്പ് രണ്ടും കറക്റ്റാ, റമ്മലും ഫതഹുള്ള കളിയാ എന്ന് പറഞ്ഞതുപോലെ മക്കോട്ട് മുക്കോ അല്ല, മുക്കോട്ട് മക്കിയല്ല. മനസ്സിലായി പറഞ്ഞത്? ശരിയത്ത് സംഘടന ശരിയത്ത് സംഘടനയാണ്, അതിന്റെ വില ഉണ്ട്. മുക്കത്തിന് വില ഉണ്ട് അല്ലേ? മുക്കത്തിന് വില ഉണ്ട്, മക്കത്തിന് വില ഉണ്ട്. പക്ഷെ മക്കത്ത് പെട്ടെന്ന് എത്തൂല, ഭയങ്കര പണിയാ, എത്തിയാത്തി തന്നെ. അപ്പൊ എന്ത് എന്റെ മക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ മുക്കത്തെ മോനെ എന്ത് പറഞ്ഞു, ഈ മക്കത്ത് പോണ്ട മുക്കതന്നെ മക്ക. അത് തെറ്റാണ്. മുക്കൊരിക്കലും മക്കാവില്ല, മക്കൊരിക്കലും മുക്കാവില്ല. അത് പഠിക്കുക, തെരഞ്ഞെടുപ്പ് ആവശ്യമുള്ളൂ. അപ്പൊ ആ ലായിലൂടെ മക്കൾ എന്ത് പറയാൻ പാടില്ല, ഞങ്ങളെ ത്വരീക്കത്ത് സമസ്തയാണ്. അത് ഭൂലോക വിട്ടിത്തരാണ്. ആ വിട്ടിത്തരം ശംസുലം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ ചില ചൂഷണ താല്പര്യത്തിന് വേണ്ടി പറയുന്ന നുണകൾ മാത്രമാണ്, വിശ്വസിക്കരുത്. അപ്പൊ നിങ്ങൾ വീണ്ടും അന്വേഷിക്കേണ്ടി ഒരു കണ്ടെത്തും. ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ആലിമിനോട് പറഞ്ഞു ചോദിച്ചപ്പോൾ അവരെ ശൈഖിനെ നിങ്ങൾക്ക് ആക്കി തന്നില്ല. അവര് പറഞ്ഞു എന്തൊക്കെയോ പൊട്ടത്തരം പറഞ്ഞു. നിങ്ങൾക്കാകട്ടെ വലിയനെ കിട്ടുകയും വേണം. നിങ്ങൾ അന്വേഷിച്ച ശൈഖിനെ നിങ്ങൾക്കോട്ട് കിട്ടി എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മശായിഖന്മാരായ മരിച്ചുപോയ മശായിഖന്മാരുടെ മഖാമുകളിൽ അഭയം തേടുക. എന്നിട്ട് ആരോട് പറയാം, അള്ളാഹ് എനിക്കൊരാളെ തരണം. അവിടെ നിങ്ങൾക്ക് ആര് തരും? അള്ളാഹു തന്നിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഇന്ന ആളെ തന്നെ, കുഞ്ഞിമാളെ തന്നെ എനിക്ക് കെട്ടിച്ചേരണം എന്ന് ബാപ്പാനോട് പറയരുത്. ബാപ്പ എനിക്ക് പെണ്ണെട്ടിച്ചേരണം എന്ന് പറഞ്ഞാൽ ബാപ്പ കെട്ടിച്ചു. പക്ഷെ കുഞ്ഞിമാളെ ബാപ്പാനോട് ബാപ്പാക്ക് ദേഷ്യം ഉണ്ടാവും. ഈ ബാപ്പ എനിക്ക് കുഞ്ഞിമാളെ കെട്ടിച്ചെന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ മുമ്പ് ഒരാള്. അപ്പം ബാപ്പ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യലാ. കാരണം കുഞ്ഞിമാളെ ബാപ്പയും ഈ ബാപ്പയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇജ്ജ് പഠിച്ചോനോട് എന്ത് പറയരുത്, പഠിച്ചോനെ ഞാൻ ഔലിയപ്പാപ്പാൻ എന്നെ ശൈഖാക്കിക്കൊണ്ട ഈ ഔലിയപ്പാപ്പ കള്ള ഞാൻ ആർക്കറിയും, അള്ളാഹ്ക്കറിയും. അപ്പൊ അള്ളാഹിനോട് ഇന്നാലും ഔലിയപ്പാപ്പനെ തേടണ്ട. ആരോട് പറയാ, എനിക്കെന്റെ ഹാജന്റെ ശൈഖാക്കി തന്നെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ റബ്ബേ എനിക്കൊരാളെ കിട്ടും. ഞാൻ അള്ളാഹു തന്നും ചെയ്തു. ഞാൻ ഇറങ്ങിനോട്ടുള്ള കമ്മിയാണ്, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ എപ്പോഴും എന്തെന്നെയാണ്, ഞാനിപ്പോഴും എന്തിനാണ് ലൈഫ് ജാക്കറ്റിലാണ്. ഞാനത് വല്ലാതെ ബിരിയാണി മന്തിൻ്റെ ഒക്കെ പരിധിയിൽ അപ്പോഴും ഞാനുള്ളത്. ഞാൻ കപ്പലിന് ലേശം ഇറങ്ങി, ഇടക്കിടക്ക് കപ്പലിൽ ഇറങ്ങിയതുകൊണ്ട് ഇപ്പൊ കപ്പലിൽ നിന്നും വല്ലാതെ ഇങ്ങോട്ട് കയറ്റൂല. വച്ചാൽ ഇറങ്ങിയാൽ എങ്ങോട്ട് കയറണ്ടാണ്, ഉന്തിയുടെ കടലിൽ തന്നെ ആയിക്കോട്ടെ. എന്നാലും മുത്തും കൊണ്ട് വന്ന അപ്പനും കയറ്റും. അങ്ങനെ ഇപ്പോൾ കയറ്റില്ല, കാരണം എന്റെ കയ്യിൽ എന്താ ഒന്നുമില്ല, എന്റെ ഈ ലൈഫ് ജാക്കറ്റേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ കപ്പലിൽ ഞാൻ നിന്നെ പുറത്തിട്ടു. ഞാൻ എന്താ പറയാ, ഇജ്ജല്ലേ വലിയ ആളായി ഇറങ്ങിയത് നടക്ക്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് ഇവരെ ഈ മന്തിക്ക് ഇന്നെ കയറ്റില്ല, ഇന്നെ തള്ളിക്കിട തന്നെ. അപ്പൊ ഞാൻ കുറച്ച് ഇടങ്ങാറിലാണ്. അപ്പൊ ഇടങ്ങാറിലായ സ്ഥിതിക്ക് ഞാൻ എന്ത് കൊടുക്കിറങ്ങണം? ഞാൻ ഹവ്വാസിന്റെ കൂടി ഇറങ്ങിയിട്ട് എന്ത് വന്നു, ഞാനെങ്ങാനും അടി പോയിട്ട് മുത്തും കൊണ്ട് വരികയാണെങ്കിൽ ഓരോ രത്നത്തിനും 100,000 കോടി വിലയുള്ള രത്നം കൈയടിച്ച് വരുമ്പോ ഓലെന്താ പറയാ, അല്ലാഹു അക്ബർ എന്ന് ഇങ്ങടെ കയറ്റി. ആ ജാതി ആൺകുട്ടികളെ ഞങ്ങൾക്ക് വേണ്ടേ, എന്നെ കൊണ്ട് ആ മുത്തെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അന്ന് ഞങ്ങൾ എന്നെ ഇറക്കിയത്. അത് പറയാനും മടിക്കൂല, നല്ലതിന്നാലെന്തില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇവർ ഇന്നെ എടുക്കാത്ത എന്തുകൊണ്ടാണ്? ഞാൻ കപ്പലിൽ ഇറങ്ങുകയും ചെയ്തു, മുത്തോട്ട് ഭാര്യതുമില്ല. അപ്പൊ കുറ്റം അവർക്കല്ല, ഇവിടെ സമസ്തക്കോ ലാരി ഉലമാക്കൾക്കോ അവർ ഇന്നെ തള്ളിപ്പറയാണ് എങ്കിൽ, ഇന്നെ തള്ളിപ്പറയുന്ന ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ നിങ്ങൾ ആലിമ്യങ്ങൾ നടത്തുന്ന കേൾക്കാം. അത് അവരെ കുറ്റല്ല. എന്റെ കയ്യിൽ എന്തില്ല, മുത്തില്ല. മുത്തുണ്ടെങ്കിൽ ഒരു നിങ്ങൾ എന്താ പറയാ, അവര് അമേരിക്ക ചെല്ലാണെങ്കിൽ അവർ കാസിമി ഞങ്ങളാണ്. കാരണം നമ്മളെ എന്ത് വേണം, ആ മുത്തുണ്ടാകണം. ഏത് നേപ്പാൾ പോയാലും, പോളണ്ട്, ഹോളണ്ട്, എവിടെ ക്രെംലിൻ, ഏത് മോസ്കോയിൽ പോയാലും അവരൊരു മാപ്പിളിനെ കണ്ടാൽ പറയാം. പിന്നെ കാസിനുണ്ടല്ലോ, എന്ത് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ
മുത്തുണ്ട്. പക്ഷെ മുത്ത് ഇങ്ങനെ കിട്ടൂല, ലൈഫ് ജാക്കറ്റ് കിട്ടോളൂ, എന്നിട്ടൂല. അത് ഇറങ്ങന്നെ വേണം. ഇറങ്ങിയിട്ട് മൂക്കൊക്കെ ചേറാണ് കയറും. കടലിന്റെ അടിയിക്കാൻ മുങ്ങണത് അടിത്തറ തന്നെ ശരിയാത്തന്നെ. അവർക്ക് ഇന്നെ തള്ളാം, എനിക്ക് അവരെ തള്ളാൻ പാടില്ല. ശരിയാത്തിന് ആയാലും നിങ്ങൾ വരാൻ തള്ളരുത്. അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നിങ്ങളെ നിസ്സാരം പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അവർ ചിലപ്പോൾ നിന്നെ തള്ളാം, നീ അവരെ, കാരണം അവരുണ്ടായതുകൊണ്ട് ഇവിടെ അലിഫും ഭാവം പഠിച്ചത്. പക്ഷെ ഇതൊന്നും ഇല്ല എന്നുള്ള വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യരുത്. ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, ഇത് ചിന്തിക്കണം. അപ്പൊ ഈ തന്നെ ഇത് നടപ്പിലാക്കാൻ ആ കാര്യങ്ങളൊക്കെ നിലനിർത്തണം. ഒന്ന്, ഇനിയിപ്പോ ഇവിടെ ഒരു വിഷയമുള്ളത് എന്ത്? ആലിമീങ്ങള് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു എന്ത്? ആലിമീങ്ങള് പിന്നെ ഞങ്ങളോട് പറഞ്ഞു എന്ത്? ആലിമീങ്ങൾ ഇന്ന് വലിയില്ല എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല, തെറ്റാണ്. അവർക്ക് അതിനെ പറ്റി അത്ര അറിയൂല. അവർക്ക് ഈ കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഒരേ ഒരു കാലത്തില്ല അറിയാവൂല. നീ വലാലത്തിലായാലേ വലിയ കിട്ടണം. വലാലത്തിലായാലേ വലിയ കിട്ടാക്കൂ. അപ്പൊ നമ്മൾ വലിയ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ മനസ്സിലാക്കണം? വലാലത്തിലാണ്. വലാലത്തിലല്ല. എന്തുകൊണ്ട്? ആരെ കിട്ടി? അങ്കാരൊക്കെ പോയി അവിടെ ഒന്നും പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായേ? അള്ളാന്റെ ഹബീബിൽ ഫനായിലായി. ആ മനുഷ്യൻ ഇവിടെ ആരും വിഷയമല്ല. ആ മനുഷ്യന് സ്റ്റേജിൽ ഇരുന്നാൽ പിന്നെ രണ്ടാമത്തെ ആൾ സ്റ്റേജിൽ ആവശ്യമില്ല. അങ്ങനെ തന്നെയല്ലേ? ഈ ഒരു ഭർത്താവ് പറഞ്ഞാൽ അങ്ങനെയാണ്. എത്രത്തോളം എന്ന ഇടക്കര പ്രഭാഷണത്തിൽ എന്നോട് സിററിയുന്ന മാന്മാർ എന്നോട് പറഞ്ഞു, ഇടക്കര പ്രഭാഷണത്തിന് വരുമ്പോൾ സ്റ്റേജിൽ മുത്തറസുള്ളാന്റെ റൂഹ് വരെ ഉണ്ട്. മുത്തറസുള്ളാന്റെ റൂഹ് ആശയത്തിലുണ്ട്. അവണ്ണം നമ്മുടെ ഹോജ റസൂലുള്ള അവരുടെ റൂഹും അവിടെ വരുന്നവർ. അത് മൊയ്തീൻ ശേഖിന് മാത്രമൊന്നല്ല, അതിന്റെ പ്രതിനിധികളൊക്കെ വരും. അതിൽപ്പെട്ടൊരു പ്രതിനിധിയാണ് ആര്? ശൈഖുന ശംസുലുലമ. അല്ലാഹു ഒരു ദർജയായിട്ട് കൊടുക്കട്ടെ. അവരടക്കര പ്രസംഗിക്കാൻ വന്നപ്പോൾ ആ സ്റ്റേജിൽ ആരുണ്ട്? എന്തുകൊണ്ട്? അവർക്കൊരു കൈയുണ്ട്. ആരാണ് ആ കൈ? ഷെയ്ഖ് സിറാജുദ്ദീൻ. അങ്ങനെ പലരുണ്ട് ജീവിച്ചിരിക്കുന്നവർ. ഷെയ്ഖ് സിറാജുദ്ദീൻ മരിച്ചവരുണ്ടാവും. അവരൊക്കെ തെർബിയത്തിലാണ് ആ മഹാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പേടിയില്ല. നിങ്ങൾക്ക് എന്ത് ശരിയാത്തും വിവാദം, എന്ത് NOC ROC, എന്ത് AC കൂസി എന്തുണ്ടായാലും നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ അള്ളാഹുമായി ബന്ധമുള്ള ഒരാളുണ്ട്. അനക്കുറപ്പിക്ക. അവിടുന്ന് കണ്ട അനങ്ങൂല ഒരാള്. കാരണം ആ വ്യക്തി ആരുടെ ആളാണ്? ആളാണ്. അങ്ങനത്തെ ഒരാളെ നീ നോക്കി കണ്ടുപിടിക്കണം. അവരും മതി, അവർ എല്ലാത്തിനും പറ്റിയ ആളാണ്. പക്ഷെ എന്നത്തെ ആളതിന് പറ്റിയിട്ടില്ലെങ്കിൽ അവരവിടെ ഒതുക്കി നിർത്തുകയും നീ വലിയനെ തേടുകയും ചെയ്യണം. അങ്ങനെ വരാൻ ആ ലീനെ നിനക്ക് കിട്ടിയില്ല. അപ്പം നീ എന്ത് ചെയ്യണം? മരിച്ചുപോയ മമ്പർത്തുക, മമ്പർത്ത് വ്യാഴാഴ്ചയുള്ള സ്ഥലത്തിൽ പങ്കെടുക്കുക, അവിടെ അള്ളാഹുവിനോട് ദ്വാരക്കുക. എൻ്റെ വേറുള്ള പറ്റും. പക്ഷെ അവിടെ ദ്വാരക്ക് ഉത്തരം കിട്ടും. ആലിമ്രാൻ എടുത്തോ, ആയത്ത് തെളിവ് പറഞ്ഞുതരാം. ആലിമ്രാൻ എടുക്കുക. 37ാമത്തെ ആയത്ത്. കണ്ടോ? 37ാമത്തെ ഹസന. പിന്നെ അതായത് ചെറിയ കുഞ്ഞിക്കുട്ടിയാണ് ആര്? മറിയം ബീവി. ചെറിയ കുഞ്ഞിക്കുട്ടിയാണ്. മനസ്സിലായില്ലേ? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂൽ ഹസന വഅൻബതഹാ നബാതൻ ഹസന വകഫല സക്കരിയ. അന്ന് പിന്നെ ബൈത്തുൽ മഖ്ദിസ് പള്ളിയിലെ ഖാളിയാണ് സക്കരിയ നബി. അവിടെ സക്കരിയ നബി മറിയം ബീവിയെ ഹന്നത്ത് ബീവി നേർച്ചയാക്കിയതാണ്. പള്ളിയിലുണ്ടായപ്പോൾ തന്നെ നേർച്ചയാക്കി. ഈ പ്രസവിച്ച ഈ കുട്ടിയെ കൊടുക്കും, പള്ളി കൊടുക്കും. അപ്പോൾ ചെറിയ ചോര പൈതലിനെ കൊടുത്തു, പള്ളിക്കട് കൊടുത്തു. പിന്നെ അവിടെ കിടന്ന് വളരെയാണ് ഒരു തൊട്ടിയെട്ടിനി. ആർക്ക്? സക്കരിയ നബി തൊട്ടിയെട്ടിട്ടുണ്ട്. ആർക്ക്? മറിയം ബീവി അവിടെ വളർത്തിയത് ആ മെഹ്റാബ് എന്നാണ് പറയുന്നത്. ഒരു ഉയർന്ന സ്ഥലമാണ് പള്ളിയിൽ, ബൈത്തുൽ മുഖദ്ദസിലെ ഓൾഡ് മോസ്കിലെ അവിടെ ഒരു ഉയർന്ന സ്ഥലമുണ്ട്. ആ റൂം ഞാൻ പലർക്കും എൻ്റെ കൂടെ വന്നവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നീ കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ ഒപ്പം വന്ന ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്ഥലം. അപ്പോൾ അവിടെ തൊട്ടിയിലിട്ട് ഇടും. പിന്നെ ചെറുപ്പത്തിൽ തൊട്ടീനെ താഴത്തിറക്കി വെക്കും. അങ്ങനെ അവിടെ താമസിക്കാണ് ആര്? മറിയം ബീവി. അങ്ങനെ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ്. ആ മിഹ്റാബിൽ കയറി ചെല്ലുമ്പോഴെല്ലാം വജദ സക്കരിയ നബി കണ്ടെത്തും ഇൻദഹ ഈ കുഞ്ഞുമോളെ അടുത്ത റിസ്ഖൻ.
ഭക്ഷണത്തിന് പല സൈസ് ഭക്ഷണങ്ങൾ. അന്തം വിടാണ് ആര്? സക്കരിയ നബി. ഈ കുട്ടിന്റെ അടുത്തത് ഖുർആനല്ലേ മോനെ? അള്ളാഹുവിന് പറയാനുള്ളത് വജദ ഇൻദഹാ റിസ്ഖ. ഏത് സമയത്ത് എന്നാലും ഈ കുട്ടിന്റെ അടുത്ത് എന്തുണ്ട്? ഭക്ഷണമുണ്ട്. അപ്പോൾ ഒരിക്കൽ ചോദിക്കാണ് എന്തെന്നറിയോ? യാ മറിയമോ, എൻ്റെ കുഞ്ഞു മറിയമ്മേ മോളെ, അന്നാലക്കി ഹാകാ, എവിടുന്നാ മോളെ എനിക്ക് ഇതൊക്കെ കിട്ടുന്നത് എന്ന്? എവിടുന്നാ മോളെ ഇതൊക്കെ കിട്ടുന്നത് എന്ന് ചോദിക്കാണ്. അതായത് വേനൽക്കാലത്ത് എന്ന തണുപ്പാലത്തെ ഫ്രൂട്ട്സ്, തണുപ്പാലത്ത് എന്നാൽ വേനൽക്കാലത്തെ ഫ്രൂട്ട്സ്, അതായത് സാധാരണ ആ ഫ്രൂട്ട്സ് അവിടെ കിട്ടാൻ യാതൊരു നിർവാഹവും ഇല്ല. ഇന്നത്തെ വേൾഡ് വില്ലേജ് ഒന്നും അല്ലല്ലോ, അങ്ങനത്തെ ഭക്ഷണം ഒന്നും കിട്ടൂലല്ലോ. അതായത് തണുപ്പാലത്ത് നോക്കിയാൽ ഏത് കാലത്തെ ഭക്ഷണം ഉണ്ടാവും? ചൂടുകാലത്ത് തണുപ്പാലത്തെ ഭക്ഷണം ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടപ്പോൾ വലം തുറന്ന ആ കുട്ടിക്ക് ഒരാൾ ശ്രദ്ധിയാൻ മുല കൊടുത്തിട്ടാനല്ല ആർക്ക്? മറിയം ബീവിക്ക്. അപ്പോൾ എവിടുന്നാ മോളെ, എവിടുന്ന് എനിക്ക് അന്നാലൊക്കെ അതാ പിന്നെ ദുനിയ, ഇത് എവിടുന്നാ മോളെ ഈ വരുന്നത്? ഇത് അല്ല അബ്വാബ് മുഹല്ലഖത്തുൻ അലൈക്കി, മോളെ ഞാൻ വാതിലടച്ചല്ലേ ഇവിടുന്ന് കുത്തിട്ടല്ലേ ഞാൻ പോണത്, എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഭക്ഷണം എങ്ങനെ? മനസ്സിലായില്ല. സക്കരിയ നബി പുറത്തു പോകുമ്പോൾ സക്കരിയ നബി ഇവിടെ എന്ത് ചെയ്യും? വാതിലടച്ച് അബ്വാബ് മുഹല്ലഖ, വാതിലടച്ച് കുത്തിട്ടിട്ടാണ് ഞാൻ പോണത്, പിന്നെ എവിടുന്ന് ആരാ മോളെ ഇത് കൊണ്ടുവന്നിരുന്നത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കും ആര്? സക്കരിയ നബി. ഈ കുട്ടിയോട് സക്കരിയ നബിയുടെ മറിയം ബീവിന്റെ ഏട്ടത്തിന്റെ ഭർത്താവാണ് സക്കരിയ നബി. മറിയം ബീവിയുടെ ഏട്ടത്തിയുടെ ഭർത്താവാണ് ആര്? സക്കരിയ നബി. അപ്പൊ എവിടുന്നാണ് മോളെ നിനക്ക്? അതായത് ഹന്നത്ത് ബീവിക്ക് 2 പെൺകുട്ടികൾ, അതായത് ഒന്ന് ആര് ആര് സക്കരിയ നബിന്റെ ഭാര്യ, പിന്നെ അതിന്റെ അനുജത്തിയാണ് ആര്? മറിയം ബീവി. മനസ്സിലായി? ഇമ്രാൻ മരിക്കും. മറിയം ബീവി ഹന്നത്ത് ബീവി ഗർഭം ധരിക്കുമ്പോൾ ഏട്ടത്തിനെ കെട്ടിയിട്ടുണ്ട് ആര്? സക്കരിയ നബി. ഈ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ വാപ്പം ഇമ്രാൻ മരിക്കും ചെയ്തു. അപ്പൊ ഈ കുട്ടിക്ക് പിന്നെ ഒന്നുമില്ല, പള്ളിക്ക് തന്നു. ഇവിടുന്ന് ആ കുട്ടിയെ നിനക്ക് ഇത് ലാ സബീല ദാഖിലത്ത് ബിഹി അലൈക, ഇവിടുന്ന് ഒരാൾ കയറി വരാന് ഒരു ന്യായമില്ലല്ലോ മോലെ. കാലത്ത് നോക്കണം മുസാഫ്, കാലത്ത്. അപ്പോൾ മറിയം ബീവി ഉത്തരം നൽകും. എന്ത്? ഹുവമിനു ഇൻദില്ല, ദാരത്തിനാണ്. അവിടെ തഫ്സീർ കൊടുത്തോ? ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങളത്തെ മഹാന്മാർ തഫ്സീർ കൊടുക്കാണ്. എന്താ തഫ്സീർ എന്നറിയോ? വഹിയ സഗീറ, കുഞ്ഞിക്കുട്ടിയാണിത്. ലാ ഖുദ്റത ലഹാ അലാ ഫഹ്മി സുആലി വറദ്ദിൽ ജവാബി, ഈ കുട്ടിക്ക് ചോദ്യം മനസ്സിലാവുന്ന പ്രായമല്ല, ഉത്തരത്തിന് കഴിയുന്ന പ്രായമല്ല. ഈ കുട്ടി ആരാണ്? പറ്റിയ സഗീറാണ്, സഗീറത്താണ്. ഈ കുട്ടിക്ക് കുതിർത്തില്ല അല ഫഹ്മി സുആലി, ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ. അന്നാലക്കി ആദാ, മോളെ ഇത് എവിടുന്നാണ് എന്നുള്ള ഈ ശബ്ദം, ഇത് ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് പ്രായം ആയിട്ടില്ല. ഉറത്തിൽ ജവാബി, ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള പ്രായം ഈ കുട്ടിക്ക് ആയിട്ടില്ല. ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ഈ പറയുന്നത് കേട്ടത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഈ കുട്ടിക്ക് വളരെ എന്താ ഈ കുട്ടി പറയുന്നത്? ഈസാ നബി തൊട്ടിൽ സംസാരിച്ചതുപോലെ തന്നെയാണ് ആരും മറിയം ബീവി പറയുന്നത്. എന്താണ് ഉടനെ കുട്ടി പറഞ്ഞു? കുട്ടിനെ മദ്രസയിൽ ചേർത്തിട്ടില്ല, കുട്ടിക്ക് അള്ളാഹിനെ പറ്റി അറിയില്ല. പക്ഷെ കുട്ടി എന്ത് പറഞ്ഞു? ഹുവമിനു ഇൻദില്ല, ഇത് ആരെടുത്തുനിന്നാണ്? അന്ന് ചോദ്യം മനസ്സിലാക്കാനോ മറുപടി പറയാനുള്ള പ്രായം ഈ കാലിട്ടടിക്കുന്ന കുട്ടിക്ക് ആ സമയത്താണ് കുട്ടി എന്ത് പറയുന്നത്? ഹുവമിനു ഇൻദില്ല. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? ബാബാ മുദൂഗിന്ന് കുത്തുബായി വന്നവര്. അപ്പം സക്കരിയ നബിക്ക് മനസ്സിലായി ഇതെന്താണ്, ഇത് വലിയത്താണ്. അടുത്ത ആയത്ത് എന്താ? അള്ളാഹു അറ്റല്ലാതെ ഓൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഇതാര് പറയാ? കുട്ടി പറയാണ് ഇത് അള്ളാഹിന്റെ അടുത്തുനിന്നാണ്, ഇത് അറ്റല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും, അങ്ങനെ എനിക്ക് കിട്ടിയതാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അടുത്ത ആയത്ത് എന്താ? ഹുനാലിക, അവിടെ വെച്ച് റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി ഹബലി, എനിക്ക് കുട്ടി വേണം. എവിടെ വെച്ച്? എന്താണ് അർത്ഥം? ഹുനാലിക, അവിടെ വെച്ച്. എവിടെ വെച്ച്? മറിയം ബീവിന്റെ ഹളറത്തിൽ വെച്ച്. എന്തുകൊണ്ട് സക്കരിയ നബിക്ക് എന്ത് മനസ്സിലായി? ഇത് വലിയത്താണ്, വലിയത്തിന്റെ ഹളറത്തിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. ദിനമർത്തുവാൻ പറഞ്ഞ് ഖുർആനായത്ത് പക്ക വഹാബിക്ക് മനസ്സിലാവില്ല, അവൻ അന്തല്ല, അന്തമാണ് പറഞ്ഞു. ഹുനാലിക്ക, എന്താ ഹുനാലിക്കന്റെ അർത്ഥം? ഹുനാലിക്ക, അവിടെ വെച്ച്.
ദ്വാരുന്നു. ആരാ ദ്വാരക്കണേ? നബി. അപ്പൊ നബിക്കും വലിയന്റെ അടുത്ത് എന്ത് ചെയ്യും? മനസ്സിലായില്ല? വലിയനും മറ്റൊരു വലിയന്റെ അടുത്ത് ഉത്തരം കിട്ടും, നബിക്കും വലിയന്റെ അടുത്ത് ഉത്തരം കിട്ടും, നബിക്ക് വേറെ നബിന്റെ അടുത്ത് ഉത്തരം കിട്ടും. കാരണം നബിന്റെ ഹലറത്തിലോ വലിയന്റെ ഹലറത്തിലോ ദ്വാ എടുക്കുകയാണെങ്കിൽ ആമീൻ ആരാ പറയാ? ഭൂലോകം മുഴുവനുള്ള മലക്കൾ ആമീൻ പറയും. ഹുനാലിക. ഇവിടെ പറ്റി എന്താണ് ഇത്? മറുപടി പറയേണ്ട പ്രായമായിട്ടില്ല. അപ്പൊ ഈ വർത്താനത് ആരുടേതാണ്? വലിയത്തിനാണ്. ഇത് ബാബ മുതുകിന്ന് കുത്തുമായി വന്ന കുട്ടിയാണ്, ഇത് സാധാരണ കുട്ടിയല്ല. അതുകൊണ്ട് ഹുനാലിക, അവിടെ വെച്ച് ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് അർത്ഥം പറയാ ദുആ ചെയ്തു. സക്കരിയ നബി ദുആ ചെയ്തു. റബ്ബഹു, തന്റെ റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയത ത്വയ്യിബത, എനിക്ക് നല്ല കുട്ടികളെ വേണം പടച്ചോനെ. ഇന്നക സമീഉ ദുആ, ഉത്തരം കേൾക്കുന്ന സ്ഥലമല്ലേ ഇത്? ഉത്തരം കൊടുക്കണോന്നല്ലേ? ഇക്കാലം വരെ ദ്വാർന്നിട്ടുണ്ട്. ആര് ഉത്തരം കിട്ടിയില്ല. ഇവിടെ ചേർന്നു. കാരണം ഇത് ആരുടെ ഹലവത്താണ്? വലിയത്തിന്റെ ഹലവത്താണ്. എന്താ അർത്ഥമായിട്ട്? ഉടനെ മലക്കൾ വിളിച്ചു. മെഹ്റാബിൽ നിസ്കരിക്കണം കുട്ടിയുണ്ടാവും. അതായത് ഉത്തരം അപ്പച്ചനെ മലക്കൾ വിളിച്ചു. ഉത്തരം ഓക്കെ, അല്ല ഓക്കെ നടക്കണം. കാരണം നിങ്ങൾ എവിടെ വെച്ചത് വരുന്നത്? വലിയത്തിന്റെ ഹലവത്ത് വെച്ച്. ആണുങ്ങളുണ്ടെങ്കിൽ മറുപടി ആടാ, ആണുങ്ങളുണ്ടെങ്കിൽ അതിനാണ് കൊടുക്കുന്നത്. ദ്വാരക്കണം ആരോട് തന്നെ. പക്ഷെ മമ്പർത്തോരെ ഹലർത്ത് ദ്വാരക്കണം. ലോകം മുഴുവൻ അള്ളാന്റെ വലിയ നങ്ങിയിരിക്കുന്ന ആളാണ് ആര്? മമ്പർത്ത പാപ്പ CM. ദ്വാരക്കണം ആരോടല്ല, ദ്വാരക്കണം CM-നോടല്ല, അള്ളാനോട്. പക്ഷെ ആ ഹലറത്തിൽ നിന്നുണ്ടാവും കോടാനക്കോടി മലക്കളുണ്ടാവും, അവിടെ ഇജാബത്തുണ്ടാവും. ഹുനാലിക ദഅ സക്കരിയ ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ഇത് കേറിയ അപ്പത്തിന് ദാന അല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു തആല സമ്മതിച്ചിട്ട് നിങ്ങൾക്ക് യഹ്യ എന്ന കുട്ടിയെ തരാൻ പോവുകയാണ്. എവിടുന്ന് ദ്വാരുന്നതുകൊണ്ട്? വലിയത്തിന്റെ ഹലറത്ത്. അപ്പൊ വലിയന്റെയും വലിയത്തിന്റെ ഹലറത്ത് ഇജാബത്ത് ദ്വാന്റെ ഹലറത്താണ്. അത് പറഞ്ഞ് മനസ്സിലായില്ല? എന്നായിട്ട് കുട്ടികളൊക്കെ കണക്കന്നെ ഓരോന്നും എന്താ പറയാ, ശ്രോതാക്കൾ തങ്ങന്മാരെ ഹലറത്ത് മഹാന്മാരെ ഹലറത്തില്ലേ ഇവിടെ കൊണ്ടോട്ടി. ഞാൻ എല്ലാ ആഴ്ചയും പോയി പറഞ്ഞു എനിക്ക് കൊണ്ടുപോകാൻ പഠിച്ചിരുന്ന കാലത്ത്. അള്ളാഹു ഒരു തൗഫീഖ് നിങ്ങൾ ആ തൗഫീഖിനൊക്കെ കാരണം അതായിരിക്കും. ഞാൻ മനസ്സിലായില്ല. നേരെ വ്യാഴാഴ്ച രാത്രി ആയാൽ രാത്രി 10 മണി 11 മണിയായാൽ ഞങ്ങളൊരു സെറ്റ് ആളുകൾ, ചിലപ്പോൾ 1-2 ആളുകൾ ഒപ്പം ഉണ്ടാവും. നേരെ പോകും. എവിടേക്ക്? കൊണ്ടോട്ടി അവിടെ എവിടേക്ക് എന്താ പറയുക, മനുഷ്യോതാക്കളെ. അതൊക്കെ ഇൽപ്പെട്ട തന്നെയാണ്. അവിടെ പോയി ദുആ ചെയ്തിട്ട് നേരെ വന്ന് ബോംബെ ഹോട്ടലുണ്ടായിരുന്നു അന്ന്. പഴയ ഹോട്ടൽ. അവിടെ നിന്ന് ചായയും കടി കുടിക്കും. പായസൻ്റെ അവിടെ പഴയത്. അവിടെ നിന്ന് ചായയും കടി കുടിക്കും. നട്ടപ്പാതിര 1 മണി 2 മണി യാസീനൊക്കെ ഒരു കാര്യമായി ദ്വാർന്ന് നല്ല റാഹത്ത തിരിച്ചു. ഒരു തൗഫീഖാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ആ ദ്വാ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും? കാരണം ഇത് ആരുടെ ഹലറത്താണ്? ഔലിയാക്കളുടെ ഹലറത്താണ്. ഞാൻ മാസത്തിൽ നിങ്ങളോട് എൻ്റെ ഒപ്പം വരുന്നവരുണ്ടല്ലോ, എൻ്റെ പലരും ഉണ്ട്. മാസത്തിൽ ഒരിക്കലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോവും, പറപ്പള്ളി പോവും. ഒരു മാസം പോയിരിക്കും. ഇപ്പോൾ ചെറിയ നോമ്പിൻ്റെ തലേ ദിവസം അവിടെ പോയിട്ടുണ്ട്. നീ നോമ്പിന് പോവും, നീ നോമ്പിന് അവസാന ദിവസം പോവും. ഒരു ദ്വാർക്കും. എന്തുകൊണ്ട്? അത് ആരെ ഹലറത്താണ്? ഒരു മുസ്തഫ റസൂലുള്ളാഹി സ്വഹാബിയാന്ന് ഗണിക്കപ്പെടുന്ന വ്യക്തി. അത് വലിയാണ്. സ്വഹാബിക്കന്നു എൻ്റെ സ്വഹാബികൾ നക്ഷത്രം. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു വലിയനെ കിട്ടണം, ഒരു മുർഷിദിനെ കിട്ടണമെന്ന് നിങ്ങൾ എവിടെ പോയി പറയണം? ഒരു വലിയൻ്റെ ഹലറത്തിൽ പോയി ആരോട് പറയണം? അല്ലാഹ് എനിക്ക് രക്ഷപ്പെടണം, ഒരാളെ തരണം. ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ വലാലത്തിലാവും. അപ്പൊ ഒന്നിരിക്കൽ നമ്മളെ ഉലമാക്കളോട് ചോദിച്ച് ആളെ കണ്ടെത്തണം. ഇനി ഉലമാക്കൾ ആളെ കണ്ടെത്തി തരുന്നില്ലെങ്കിൽ പിന്നെയുള്ള പരിഹാരമാണ് എന്ത്? ഒരു ഔലിയാക്കളെ മക്കാമിൽ അള്ളാഹു അംഗീകരിക്കുന്ന, മുസ്ലിം ലോകം അംഗീകരിക്കുക, എവിടെയോ പോകണ്ട, മുസ്ലിം ലോകം ഔലിയാക്കളെന്ന് അംഗീകരിക്കുന്ന മഹാന്മാർ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ മഹാന്മാരില്ലേ? ധാരാളം പറയും മനുഷ്യന്മാരെ ഉണ്ട്, പലരുണ്ട്. ഇപ്പൊ മസ്ജിദ് സഹാബ എന്നൊരു പള്ളിയുണ്ട് ഇവിടെ ഈ ബോംബെ ഹോട്ടലിന്റെ ബാക്കിൽ. അവിടെ പിന്നെ റാഫിഉ റിഫാഅ എന്ന് 2 സ്വഹാബികൾ മറവിട്ട് കിടക്കുന്നു എന്നാണ് വിശ്വാസം. അത്ര മതി. നമ്മൾ അവരെയാണ് സിയാറത്തിനുണ്ട്. ഒരു ലെന്നുണ്ടായാൽ മതി. താരീഖ് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. 2 സ്വഹാബികളാണ് എവിടെ കിടക്കുന്നുണ്ട്. ആ പള്ളിക്ക് പേര് മസ്ജിദ് സ്വഹാബ എന്നാണ്. നല്ല റാഫിഉ റിഫാഅ എന്ന് 2 സ്വഹാബികൾ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ധാരണ. മതി, ഒരു ധാരണ മതി. ഇപ്പം കഴിഞ്ഞ മാസം ഞാനും അൻവറും സലാമും കൂടി അങ്ങോട്ട് കോവളത്തേക്ക് പോയി. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആര്? മറ്റൊരു തമീം. ആ തമീം ഈ തമീം രണ്ടാണെന്ന ഒരു അഭിപ്രായം. കോവളം എന്നല്ലേ എന്താ പറയാ? ചെന്നൈക്കോളത്ത് പോയി സിയാറത്തിന് എത്ര യാത്ര ചെയ്യണം. പക്ഷെ അത് മാന്റെ ഹലറത്താണ്. അവിടുന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ എന്താ ഹുനാലിക ദഅ സക്കരിയ അവിടെ വെച്ച് പറഞ്ഞാൽ എന്തുണ്ടാവും? കാരണം അല്ലാഹുവിന്റെ മുഖറബ് അവർ ലയിച്ചു. ആരും ലയിച്ചു? അല്ലാഹുവിൽ ഫനായ ആളുകളാണ്. അവർക്ക് ആര് മാത്രമാണ് ലക്ഷ്യം?
അല്ലാഹു വേറെ ലക്ഷ്യമില്ല. ബദരീങ്ങൾ അവിടെ പോയി എന്താണെങ്കിലും ബസ് കുത്തിരുന്ന് ഇറക്കാൻ പോലീസുകാർ ഇറങ്ങാൻ പറ്റില്ലെങ്കിലും എന്തുകൊണ്ട് ഹുനാലിക്കതായ സക്കരിയ അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചവനാണ്. ഒരു ലക്ഷ്യം ആര് മാത്രം? പരമോനെ ആര് മാത്രം? അല്ലാഹു. മനസ്സിലായില്ലേ? അങ്ങനെ നിലാമുറ്റത്ത് പോയി തുറച്ചണം. അവിടെ സ്വഹാബികളുണ്ടെന്ന വിശ്വാസം നിങ്ങൾ കൂട്ടിക്കോളൂ. ബഹുമാനപ്പെട്ട കാസർകോട്ട് ആര് മാണിക്കുന്ന എന്നാണ് സ്വഹാബി എന്ന വിശ്വാസം. നീ അതല്ലെങ്കിൽ താബിയായാലും കുഴപ്പമില്ല, അതിൻ്റെ ആളുകൾക്കാവും ചെയ്യാം. അതിൻ്റെ അപ്പുറത്തെ സൈദുൽ ഉള്ളാളമി അവിടെ ചേർത്ത് ചെയ്യുന്നവർക്കാവും, അതും അള്ളാഹിന്റെ വലിയ തന്നെയാണ്. പറങ്ങിപ്പെട്ട ബഹുമാനപ്പെട്ട ഉക്കാഷ ബിൻ മിൻസാൻ റളിയല്ലാഹു അൻഹു ഞാനവിടെ പോകാറുണ്ട്. ഇങ്ങനെ ഹാക്കര എന്ത് പറയാ, നമ്മളെ മഞ്ഞക്കുളത്ത് പോകുമ്പോൾ ആര് അതിൻ്റെ ആളുകൾക്ക് അവിടെ ചേർത്ത് ചെയ്യാം. ഷെയ്ദാണ്. ടിപ്പു സുൽത്താനുടെ കാലത്തിൽ വന്നവർ, അന്ന് സുൽത്താനോട് ഏറ്റ കവാഫീരെ നിർത്താതെ ഷണ്ട പൊരുതി ഷഹീദായവർ, അത് മഞ്ഞക്കുളമാനിയാണ്. അവിടെ ആൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ ആളുകൾക്ക് അവിടെ ചേർത്തിയ. മനസ്സിലാണ് പറഞ്ഞത്. ഇങ്ങനെ ഹാക്കത നിറഞ്ഞു കിടക്കേണ്ട അവർ കൗത്താതാണ്. അത് ആണിക്കല്ലുകളാണ്. ആണിമ പിടിച്ചോളി. ഇവിടെ കാറ്റും കോളും നടക്കുകയാണ്. എന്തുമ പിടിക്കണം? ആണിമ പിടിക്കണം. ആണിമ പിടിച്ചിരിക്കണം. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതിലൊന്നും എതിരെ ആരും പറയരുത്. നമ്മളെ ദീന്, മനുഷ്യന്മാർക്ക് ദീനായിട്ട് മുന്നോട്ട് പോകണം. അതേ സമയത്ത് ലാഹിരി ഉലമാക്കൾ ആരും നിഷേധിക്കുകയും ചെയ്യരുത്. അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്, നിസ്സാരപ്പെടുത്തുക ചെയ്യരുത്. അതേസമയത്ത് അതാണ് അവസാനം എന്ന് പറയാൻ പാടില്ല. അത് ആത്മീയ സംഘടന. ആത്മീയതൊക്കെ എന്തില്ല സംഘടനയില്ല. ത്വരീഖത്ത് പോലും ആത്മീയ സംഘടനയോ ആത്മീയ വൃത്തമോ അല്ല. അവിടുന്നും ആത്മീയത കിട്ടൂല. അതൊരു പണിയാണ്. ഇനി അവിടുന്ന് എവിടേക്ക് ഇറങ്ങണം? ഹക്കീക്കത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആരനുഭവിക്കുക? അള്ളാഹ്. മനസ്സിലാണ് കുട്ടികളെ? അപ്പോൾ ഇതാണ് മുസ്ലിം യുവാക്കൾ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുത്ത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുമ്പിനായി ഭൂമിയിൽ കറങ്ങിയാൽ അടിയിക്കറങ്ങിയാൽ കുഴപ്പമില്ലാത്ത കുളത്തിലാകാൻ ഓരോരുത്തരും യത്നിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ദീൻ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കും. നാളെ ഇതുപോലത്തെ ബന്ധപ്പെട്ട വേറെ മുഖദ്ദിമയാണ് നാളെ ഇൻഷാ അല്ലാഹ്. الله توفيق ترته. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك، لقد دعوناك فأجبنا يا الله. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين، فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبادك الأولياء الصالحين، فلا تردن أيدينا خائبين بمحل فضلك وبحقك في الورى محمد مصطفى، وبحقك في الورى محمد مصطفى، وبحقك في الورى محمد مصطفى، فلا تردن أيدينا خائبين يا ذا الجلال والإكرام.